ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബ്ബിംഗ് കാർണിവൽ. അപ്പം നമ്മൾ ഇന്നൊരു ഭയങ്കര രസമായിട്ടൊരു അടിപൊളി ഡ്രാമയാണ് കാണാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മിസ് ചെയ്ത് എല്ലാവരും കാണണം കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ ദി റെഡ് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചിരിച്ചുകൊണ്ട് നടന്നു വരുന്നതാണ് നമ്മുടെ കഥയിലെ നായിക എന്ന് പറയുന്നത്. അവൾക്കൊരു സുഷി റെസ്റ്റോറൻറ്റ് ഉണ്ട്. അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. എപ്പോൾ പോയിരുന്നാലും ഒരു നീണ്ട ക്യൂ തന്നെ അവിടെ ഫ്രണ്ടിലുണ്ടാവും. അത്ര തിരക്കായിരുന്നു ആ റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്നത്. അവിടുത്തെ മെയിൻ ഷെഫ് എന്ന് പറയുന്നത് നമ്മുടെ ഹീറോയിൻ തന്നെയായിരുന്നു. അവർക്ക് ചെറിയൊരു സൈഡ് ബിസിനസ് കൂടിയുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന ഈ കസ്റ്റമേഴ്സിനൊക്കെ അവരുടെ ലവ് സ്റ്റോറിയും അവരുടെ ജീവിതമൊക്കെ എന്തായി തീരും എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഇവള് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ചുരുക്കി പറഞ്ഞ ചെറിയ രീതിയിലൊരു ജോത്സ്യൻ പണി. പക്ഷേ ഈ പറഞ്ഞു കൊടുക്കുന്നത് പോലെയൊക്കെ തന്നെ ചിലരുടെയെങ്കിലും ജീവിതത്തിൽ നടക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും അവൾക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, നമ്മുടെ ഹീറോയിൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്തെ ഒരു അഴക് ദേവതയായിരുന്നു. ആ കോളേജിലുള്ള മിക്ക ബോയ്സും അവളുടെ പുറകെ നടന്ന് ഇഷ്ടമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് എങ്ങനെ പ്രേമിക്കണം അതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. എന്നിരുന്നാലും ഇവന്മാരൊക്കെ ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറയാനായിട്ട് വരുന്ന സമയത്ത് അവരൊന്നും ഒറ്റയടിക്ക് പറഞ്ഞു വിടാറില്ല. അവരുടെ കൈയൊക്കെ പിടിച്ച് വളരെ സ്നേഹത്തോടെ സംസാരിച്ച് ചിരിച്ച് അവരെന്താണ് പറയാനായിട്ടിരിക്കുന്നത് അതെല്ലാം കേട്ടിട്ട് അവസാനം അവരെ നൈസായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നെയായിരുന്നു വിട്ടിട്ടുണ്ടായിരുന്നത്. അത്രയും നല്ലൊരു ഹൃദയമുള്ളവളായിരുന്നു നമ്മുടെ കഥയിലെ നായിക. ഹീറോയിൻ ഈ ജോത്സ്യൻ പണി ചെയ്യുന്ന സമയത്ത് അവളങ്ങനെ കടയിൽ വെച്ച് പറയാൻ കൊടുക്കാറൊന്നുമില്ല. അവൾ അവരെ നേരെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവരും. അവിടെ ഇരുന്നിട്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇന്ന് അവളെ കാണാനായിട്ട് വീട്ടിലേക്ക് 2 പെൺകുട്ടികൾ വരുന്നുണ്ടായിരുന്നു. അതിലൊരു പെൺകുട്ടിക്ക് ഓൾറെഡി ഒരു റിലേഷൻ ഉണ്ട്. അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഹീറോയിൻ്റെ അടുത്തേക്ക് വരുന്നത്. കഥ മുഴുവൻ ഹീറോയിനോട് പറയുന്നുണ്ട്. പണ്ടൊക്കെ അവൻ എന്നോട് ഒരുപാട് സ്നേഹമായിരുന്നു. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. എന്നെ അങ്ങനെ വിളിക്കാറില്ല, സംസാരിക്കാറില്ല, എന്നെ കാണാറ് പോലും ഇല്ല. അത്രയും തിരക്ക് ഇവൻ എവിടെ നിന്നാണ് വന്നത്? എനിക്ക് തോന്നുന്നു അവനെന്നെ നൈസായിട്ട് ബ്രേക്കപ്പ് ചെയ്യാനായിട്ട് നോക്കുവാന്നാ. ചേച്ചി ഒന്ന് എനിക്ക് പറഞ്ഞു തരാമെന്ന് ചോദിക്കുമ്പോൾ അവൾ ഏതാണ്ടൊക്കെയോ പറഞ്ഞിട്ട് അവൾക്ക് അവളുടെ കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവൻ നിന്നെ ചീറ്റ് ചെയ്യുവാണെന്നാ. ഇങ്ങനെയുള്ള ചെക്കന്മാരുടെ പുറകെ നടന്ന് വെറുതെ സമയം കളയണോ? പഠിക്കാനുള്ളതൊക്കെ പഠിച്ചിട്ട് നല്ലൊരു ജോലി വാങ്ങിച്ച് നല്ലൊരു പയ്യനെ നോക്കി കല്യാണം കഴിക്കാൻ നല്ലത്. നിന്റെ ലൈഫിൽ ഒരിക്കലും ഒരു ലവ് സ്റ്റോറി വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നില്ല എന്ന് കൂടെ പറയുന്നുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ അവൾക്ക് ശരിക്കും സങ്കടം വന്നിട്ട്, അയ്യോ അപ്പോൾ ശരിക്കും ഞാൻ മനസ്സിൽ ആലോചിച്ച പോലെയൊക്കെ തന്നെയാണല്ലേ അവന് വേറൊരു റിലേഷൻ ഉണ്ടായി കാണും. അതുകൊണ്ട് തന്നെ അവൻ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഈ അടുക്കിയിരിക്കുന്ന ഈ കൂട്ടുകാരി പെങ്കൊച്ചിൻ്റെ മുഖഭാവം നമ്മുടെ ഹീറോയിൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ ഇവൾക്ക് ഇതുമായിട്ട് എന്തോ ഒരു ബന്ധം ഉണ്ടെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ അവൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നു പറഞ്ഞ് അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഹീറോയുടെ റൂമെന്ന് പറയുന്നത്. ഇതൊരു ഫ്ലാറ്റ് എങ്ങാണ്ടോ ആണ്. ഇവരുടെ 2 പേരുടെ റൂമിന് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു കുഞ്ഞു ചുവരായിരുന്നു. അതങ്ങനെ വലിയ സ്ട്രോങ് ആയിട്ടുള്ളൊരു ചുവരൊന്നും അല്ലായിരുന്നു. അതായത് അപ്പുറത്തേക്ക് സംസാരിച്ചാൽ ഇപ്പുറത്തിരിക്കുന്ന ആൾക്ക് നല്ല വ്യക്തമായിട്ട് കേൾക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കസ്റ്റമേഴ്സൊക്കെ വരുന്ന സമയത്ത് അവരുടെ ഓരോ സ്റ്റോറിയൊക്കെ പറയുമ്പോൾ ഹീറോയിൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഹീറോ അപ്പുറത്തെ റൂമിൽ ഇങ്ങനെ ഒളിച്ചിരുന്ന് കേൾക്കുമായിരുന്നു, ചെവി കാതോർത്ത് വെച്ചിട്ട്. പക്ഷേ ഇതിലെ മെയിൻ ട്വിസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയും ഹീറോയിനെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇവനത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എപ്പം നോക്കിയാലും കസ്റ്റമേഴ്സ് പുറത്തുനിന്ന് ഇങ്ങനെ കയറി വരുന്നവൻ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചുവരിനടുത്ത് വന്ന് ചെവി ചേർത്ത് വെച്ച് അവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിരിക്കുമ്പോൾ അവനൊരെന്തോ ഒരു രസമാണ്. പക്ഷേ ഈ ഇടിന്ന് കരയുന്ന ഈ പെങ്കൊച്ചില്ലേ, അവൾ അവളുടെ കഥകളെല്ലാം ഹീറോയിനോട് പറയുമ്പോഴത്തേക്കും അവൾ സ്നേഹിക്കുന്ന ആ പയ്യനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഹീറോയിൻ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവനെ വെറുതെ ഇങ്ങനെ ഓരോ വന്ന് പറഞ്ഞൊക്കെ ചീത്ത പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ ഹീറോ ആണെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവനിങ്ങനെ ഈ ഫുഡ് വായിലേക്ക് എടുത്ത് വെക്കാനിരിക്കുന്ന സമയത്തായിരുന്നു അവനിങ്ങനെ വെറുതെ വിട്ട പറ്റില്ല, അവനെ കൊന്നു കളയണമെന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിൻ പറയുന്നത്. അപ്പം തന്നെ പേടിച്ചിട്ട്, അയ്യോ എൻ്റെ ദൈവം ഇവൾ എന്തൊക്കെയാ ഈ പറയുന്നത്? അവൾ പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് ഫുഡ് പോലും കഴിക്കാനായിട്ട് തോന്നുന്നില്ല. അങ്ങനെ ഇതിനു മുന്നേ ഇവൾ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ, പിന്നെ എന്ത് പറ്റി? എന്തായാലും ഒന്ന് പറഞ്ഞു നോക്കാം എന്ന് വിചാരിച്ചിട്ട് അവൻ നേരെ ചോരൻ്റെ അടുത്തേക്ക് പോയിട്ട് 2-3 പ്രാവശ്യം ഇട്ട് തട്ടുന്നുണ്ടായിരുന്നു. ഹലോ, ഇങ്ങനെയൊന്നും സംസാരിക്കരുത് കേട്ടോ, അടുത്ത റൂമിൽ വേറെ ആളും കൂടെ ഉണ്ടെന്നുള്ള ചിന്തിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും ഹീറോയിൻ അവിടെ ഇരുന്നിട്ട് ഇവൻ ഈ തട്ടുന്ന സൗണ്ട് മാത്രമേ കേൾക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അവൻ ഈ സംസാരിക്കുന്നത് എന്താണെന്ന് പോലും അവൾക്ക് ക്ലിയർ ആവുന്നുമില്ല. അതിൻ്റെ ഒരു അല്പം പോലും അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം തന്നെ ഇതെന്താ ഈ സൗണ്ട് കേൾക്കുന്നതിന് ആ ഇരിക്കുന്ന പെങ്കൊച്ച് ചോദിക്കുമ്പോൾ പുറത്തെങ്ങാണ്ടോ പണി നടക്കുന്നതാണ് തോന്നുന്നത്, അതിൻ്റെ സൗണ്ട് ആയിരിക്കും. നിങ്ങളത് വലുതായിട്ട് കാര്യം വെക്കണ്ട, എന്തായാലും മോളെ വിഷമിക്കണ്ട, സമാധാനമായിട്ട് പൊക്കോ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പെങ്കൊച്ചിനോടൊന്ന് പുറത്തിറങ്ങി നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം ഈ കൂട്ടുകാരി പെങ്കൊച്ചിനോട് അവളെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ചോദിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ കൂട്ടുകാരി സ്നേഹിക്കുന്ന ആ പയ്യൻ എങ്ങനെയുള്ളവനാ? അതായത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ തമ്മിൽ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണല്ലോ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവളാകെ പേടിച്ച് വിറച്ച് എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്ത് പറ്റി? നിന്റെ മുഖത്താകെ ഒരു ടെൻഷൻ. ഒന്നുമില്ല, ഞാൻ പറയാം, അവൻ വേറെ പ്രശ്നക്കാരനൊന്നുമല്ല. എന്നാൽ അവൻ്റെ ഒരു ഫോട്ടോ എനിക്ക് കാണിച്ചു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഫോട്ടോയോ? അതൊക്കെ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ വേറൊന്നും കൊണ്ടല്ല, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാ, അവളുടെ ലൈഫല്ലേ, അപ്പോൾ നമുക്ക് നേരാക്കി കൊടുക്കണ്ടേ, അതുകൊണ്ടാണ് ഫോട്ടോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു പറയുന്നുണ്ട്. അവൾ ആ ഫോൺ എടുത്തിട്ട് ഒരു ഫോട്ടോ എടുത്ത് നേരെ ഹീറോയിൻ്റെ മുന്നിലേക്ക് കൊണ്ട് കാണിക്കുന്നുണ്ട്. ഇത് ഓഫീസിൽ വെച്ചെടുത്ത ഫോട്ടോ എന്ന് പറയുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ ഹീറോയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അവളാണെങ്കിൽ പെട്ടെന്ന് ഈ ഫോൺ നോക്കുന്ന സമയത്ത് ഹീറോയുടെ മുഖം മാത്രമായിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെ പെട്ടെന്ന് അതിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. നോക്കുമ്പോൾ അത് ഈ കരഞ്ഞോണ്ട് പോയി ആ പെൺകുട്ടി സ്നേഹിച്ച പയ്യനായിരുന്നു കേട്ടോ. ആ പേര് ഇങ്ങനെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവനെന്തിനാ നിന്നെ വിളിക്കുന്നത് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല,
എങ്കിലും നീ കോൾ എടുത്ത് സംസാരിക്കേ വേണ്ട ഞാൻ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവളത് കട്ട് ചെയ്ത് വിടുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ഹീറോയിന് ഇതിൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ കാണിക്കുന്നത് നമ്മുടെ ഹീറോ ആയിരുന്നു കേട്ടോ. അവനൊരു ഇന്നർവെയർ കമ്പനിയുടെ ഒരു CEO ആണ്. ഇപ്പോൾ അവൻ്റെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ കുറച്ച് ഫോട്ടോസൊക്കെ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. അവർക്ക് അടുത്ത് ഇറക്കാനായിട്ട് പോകുന്ന ഇന്നർവെയേഴ്സിന് ഒരു മോഡലിന് ആവശ്യമുണ്ടായിരുന്നു. അതിന് വേണ്ടിയുള്ള കുറേ ഫോട്ടോസായിരുന്നു ഈ അസിസ്റ്റൻ്റ് ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അവൻ ഓരോ ഫോട്ടോസ് കാണുമ്പോൾ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇത്രയ്ക്ക് അങ്ങോട്ട് ഹാർഡായിട്ടുള്ള പെൺകുട്ടികളൊന്നും ആവശ്യമില്ല, കുറച്ചുകൂടെയൊക്കെ സിമ്പിളായിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ ആ ഇന്നർവെയേഴ്സ് എല്ലാവരും ശ്രദ്ധിക്കുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം, നല്ലൊരു മോഡലിനെ എത്രയും പെട്ടെന്ന് തന്നെ കിട്ടട്ടെ. അങ്ങനെ അവർ രണ്ടുപേരും അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം പിറ്റേ ദിവസം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇവൻ വർക്ക് ചെയ്യുന്ന ആ കമ്പനിയിലേക്ക്, അതായത് ആ കരഞ്ഞുകൊണ്ട് വരുന്ന പെൺകുട്ടിയില്ലേ അവളുടെ ലവറിൻ്റെ കമ്പനിയിലേക്ക് ഈ ഫോട്ടോയും കൊണ്ട് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ പെൺകുച്ചിൻ്റെ ലവറിൻ്റെ ഒറിജിനൽ ഫോട്ടോ തന്നെ നമ്മുടെ ഹീറോയിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവനെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പോൾ ഈ കമ്പനിയിലേക്ക് വരുന്നുണ്ടായിരുന്നത്. അങ്ങനെയുള്ള വരുന്ന സമയത്ത് ഫ്രണ്ടിൽ നമ്മുടെ കമ്പനിയുടെ CEO, അതായത് നമ്മുടെ ഹീറോയും ഹീറോയുടെ അസിസ്റ്റൻറ്റും ഈ ലവർ ചെക്കൻ, അതായത് ആ മറ്റേ പെൺകുച്ചിൻ്റെ ലവർ പയ്യനോടെ ഉണ്ടായിരുന്നു. ആരാ എവിടേക്കാണ് പോകുന്നത് പറഞ്ഞ് ഹീറോയിനോട് ചോദിക്കുമ്പോൾ, ഞാൻ ഒരു ഷോയുടെ ഭാഗമായിട്ട് ഇവിടേക്ക് വന്നത്, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം, നിങ്ങൾക്ക് അറിയെങ്കിൽ അതിന് ആൻസർ ഇതിൽ എഴുതി തന്നാൽ മതിയെന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ കോഴി പയ്യനില്ലേ, അതായത് മറ്റേ പെൺകുട്ടിയുടെ ലവർ പയ്യൻ, അവൻ ഇച്ചിരി കോഴിയായിരുന്നു കേട്ടോ. അവനാണെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാം ഞാൻ എപ്പോഴും കാണാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് ഹീറോയ്ക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട്, അത് ഓൺലൈൻ വഴിയുള്ള എന്തോ ഒരു ഷോയാണ്. എങ്കിലും സംസാരിച്ച് നിൽക്കാനായിട്ട് സമയമില്ല, ഈ പേപ്പറിൽ കാണുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എത്രയും പെട്ടെന്ന് ഫില്ല് ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ട് 3 പേരുടെ കയ്യിലും കൊടുക്കുന്നുണ്ട്. ഈ പേപ്പറിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഈ പ്രണയത്തെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആ മറ്റേ പയ്യൻ എന്തായിരിക്കും ഇതിൽ എഴുതുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നൈറ്റ് ആകുന്നുണ്ട്. ഓഫീസിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഭയങ്കര കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് ഗത്തായിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ വീട്ടിലേക്ക് വരുമ്പോൾ ഇവനിത് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ഒരു സോഡാ കുപ്പി കണ്ണടിയും ഇതുപോലത്തെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു സൈക്കോ മുഖമായിരുന്നു അവനുണ്ടായിരുന്നത്. ഓഫീസിൽ പോകുന്ന CEO ആയിട്ടുള്ള ഹീറോയും ഈ വീട്ടിൽ നിൽക്കുന്ന ഹീറോയും കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയ പോലും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ കുറച്ച് ഇന്നർവെയേഴ്സിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒന്നൊരു ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ഹീറോ ആയിരുന്നു. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ഈ ബോക്സോട് കൂടെ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ മറ്റേ പെൺകുച്ചിനെയും കൂട്ടിയിട്ട് അവളോട് വന്നൊരു കാര്യം പറയുന്നുണ്ട്, ഞാൻ ഇനി നിന്നെ എവിടേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് നിനക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവുമെന്ന് പറഞ്ഞ് നേരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അവളുടെ ലവറും അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള പെൺകുട്ടിയും തമ്മിൽ സംസാരിക്കുന്ന ഒരു സീന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കുമ്പോൾ അവളാണെങ്കിൽ അവനെ ഹഗ് ചെയ്യുന്നു, അവനാണെങ്കിൽ അവൾക്ക് ഗിഫ്റ്റായിട്ട് പൂക്കൾ കൊടുക്കുന്നു. ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തോട്ടെ, കുറേ നാളായില്ല നമ്മൾ സ്റ്റേ ചെയ്തിട്ട്, എനിക്കെന്തോ വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നു, ഞാനിന്ന് വന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഈ പെൺകുട്ടിക്ക് കേൾപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അവളത് കാണുമ്പോഴും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴും ഒക്കെ ഭയങ്കര സങ്കടം വരുന്നുണ്ടായിരുന്നു. കൂടെ നിന്നിട്ട് തൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ചതിക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് കാണുമ്പോൾ തന്നെ നേരെ രണ്ടുപേരും അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഒരു പേടി തോണ്ടിയെന്നാണ് തോന്നുന്നത്. ഇവർ വരുന്നത് കാണുമ്പോൾ തന്നെ അവൻ നേരെ പോയിട്ട് ആ മറ്റേ പെങ്കൊച്ചിൻ്റെ പുറകിൽ കയറി ഒളിക്കുന്നുണ്ടായിരുന്നു. എടാ നേർക്ക് നേരെ നിന്ന് സംസാരിക്കടാ, നീ എന്തിനാ ഇങ്ങനെ പെങ്ങളെ പോലെ ഒളിച്ച് കളിക്കുന്ന പറഞ്ഞിട്ട് ഹീറോയിൻ ചോദിക്കുമ്പോഴത്തേക്കും അയ്യോ എന്നൊന്നും ചെയ്യലേ, അത് ഞാൻ വേറൊന്നും അല്ലാന്ന് പറഞ്ഞിട്ട് ഇവ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഇവർ പിന്നെയും അവൻ അടിക്കാനായിട്ട് നോക്കുന്നുള്ളത് മനസ്സിലായപ്പോഴത്തേക്കും അവൻ പേടിച്ച് അവിടെ നിന്ന് ഓടി പോകുന്നുണ്ടായിരുന്നു. കൂടെ നിന്നിട്ട് നിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ചതിക്കാനായിട്ട് നിനക്ക് എങ്ങനെ തോന്നുന്നു പറഞ്ഞ് ഹീറോയിൻ ചോദിക്കുമ്പോൾ ആ മറ്റേ പെങ്കൊച്ച് പറയുന്നുണ്ട്, സാരമില്ല, എനിക്ക് ഇവിടെ നിൽക്കാനായിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ കരഞ്ഞോണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവളെ കാണുമ്പോഴേക്കും ഹീറോയിന് അവളെ തന്നെയായിരുന്നു ഓർമ്മ വരുന്നുണ്ടായിരുന്നത്. അവൾക്കും ഇതുപോലൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു. അവൾ ജീവന് തുല്യം സ്നേഹിച്ച അവളുടെ ലവറും അതിനെക്കാട്ടിൽ അവൾ സ്നേഹിച്ച അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും. ഒരു ദിവസം കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ പോകുന്ന സമയത്ത് ഇവർ പുറത്ത് നിന്നിങ്ങനെ ഹഗ് ചെയ്യുന്നതൊക്കെ ഇവൾ കാണുന്നുണ്ടായിരുന്നു. അവൾക്ക് അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടവും വരുന്നുണ്ട്. എന്തായാലും പാസ്റ്റ് തന്നെയല്ലേ, അവളത് എപ്പോഴും മറന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവളെ ആശ്വസിപ്പിച്ച് വീട്ടിലൊക്കെ പറഞ്ഞു വിട്ടിട്ട് അവളുടെ ഷോപ്പിലേക്ക്, അതായത് റെസ്റ്റോറൻറ്റിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഫിഷിൻ്റെ. അതെടുത്ത് വെക്കാനായിട്ട് അവളവിടെ ഭയങ്കരമായിട്ട് ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഹീറോ നടന്നു വരുന്നുണ്ടായിരുന്നു. അവൻ്റെ കയ്യിലും ആ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്നർവെയേഴ്സിൻ്റെ ബോക്സും ഉണ്ടായിരുന്നു. പക്ഷേ ഇവളെ രാവിലെ തന്നെ ഹീറോയുടെ കമ്പനിയിൽ വെച്ച് ഇവൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം തന്നെ ഇവൻ്റെ മനസ്സിലൊരു കാര്യം തോന്നുന്നുണ്ടായിരുന്നു. തൻ്റെ ഇന്നർവെയേഴ്സിൻ്റെ ഒക്കെ ഒരു മോഡൽ ഇവൻ തപ്പി നടക്കുമായിരുന്നല്ലോ. ഇവളെ കാണുമ്പോൾ തന്നെ അതിന് ആപ്റ്റായിട്ടുള്ളൊരു പെൺകുട്ടി തന്നെയാണ് ഇവളെന്ന് ഇവന് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഇവളെ കാണുമ്പോഴത്തേക്കും അവന് പെട്ടെന്ന് അവൻ്റെ ഇന്നർവെയേഴ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഹീറോയിനായിരുന്നു ഇവനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അടുത്തേക്ക് വന്നിട്ട് ഇത് നിങ്ങളുടെ കടയാണോ? എൻ്റെ കടയാണ്. പക്ഷെ നമ്മുടെ ഹീറോയിന് ഇവനാണ്, അതായത് രാവിലെ കണ്ട കമ്പനിയുടെ CEO ആണ് ഇവനെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്താണ്, നിങ്ങൾ സുഷി കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണോ? അതെ. ഈ കട എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത്? നിങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങളുടെ ഷോപ്പിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ ഓൺലൈനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട്. നിങ്ങളിത് എന്താ ഈ പറയുന്നത്? നിങ്ങളുടെ കടയുടെ കാര്യത്തെ പറ്റിയിട്ടില്ലേ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്? അപ്പോൾ പിന്നെ അതിന് ക്ലിയർ ആയിട്ടുള്ള ആൻസർ തരേണ്ടത് നിങ്ങളല്ലെന്ന് ചോദിക്കുമ്പോൾ ഇവൻ്റെ ഈ സോഡാ കുപ്പി കണ്ണാടിയും അവൻ്റെ ആ ഒരു ഡ്രസ്സും അവൻ്റെ കയ്യിലിരിക്കുന്ന ആ ബോക്സും ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഇവൾക്ക് എന്തോ ഒരു വശപ്പശയ്ക്ക് ഇവനിൽ തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവനെ അടിമുടിയൊന്ന് നോക്കി വരുമ്പോഴായിരുന്നു ഇവൻ്റെ കയ്യിലുണ്ടായിരുന്ന ബോക്സ് ഇവൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നത്. അതിനകത്ത് മുഴുവനും ഈ ഗേൾസിൻ്റെ ഇന്നർവെയേഴ്സ് ആയിരുന്നു. അതിൽ നിന്ന് ഒരു
ഇന്നർ വെയറിൻ്റെ ഒരു ഹൂക്ക് ഇങ്ങനെ പുറത്ത് വന്ന് കിടക്കുന്ന ഹീറോയിൻ കാണുന്നുണ്ട്. അപ്പം തന്നെ ഇവൻ ഏതോ ഒരു ഞരമ്പ് രോഗിയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഇവൻ കുറേ ഇന്നർ വെയേഴ്സ് ഇവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഇവനാളത്ര ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഇനി എന്തൊക്കെയുള്ളതെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഇവൾ ഈ ബോക്സിൽ ഇങ്ങനെ ഒരൊറ്റ തട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ ബോക്സ് അങ്ങനെ മേളിലേക്ക് പോയിട്ട് അതിനകത്തുണ്ടായിരുന്ന ഇന്നർ വെയേഴ്സ് എല്ലാം ഒരു മഴയായിട്ട് ഇങ്ങനെ പെയ്തിറങ്ങുന്നുണ്ടായിരുന്നു. എടാ കള്ള, ഇത്രയും സാധനങ്ങൾ നീ എവിടെ നിന്നാണ് മോഷ്ടിച്ചെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ചോദിക്കുമ്പോൾ, ദേ അനാവശ്യം പറയരുത് കേട്ടോ, മര്യാദയ്ക്ക് ഇതെല്ലാം നീ തട്ടിയിട്ടതുപോലെ തിരികെ അതുപോലെ ആ പെട്ടിയിലെടുത്ത് വെക്കാനായിട്ട് പറയുമ്പോൾ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഞരമ്പ് രോഗി എന്ന് പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ പറന്ന് നിന്ന ഒരു ഇന്നർ വെയർ അവളുടെ മേലേക്ക് വന്ന് വീഴുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ ഹീറോ ആണെങ്കിൽ അത് പതുക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. എടാ എൻ്റെ ദേഹത്ത് തൊട്ട് പോരെന്ന് പറഞ്ഞിട്ട് അവൾ അവനെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ നമ്മുടെ ഹീറോ ആണെങ്കിൽ അതെല്ലാം ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ അവൻ ഓരോന്നായിട്ട് എടുത്ത് ആ ബോക്സിലേക്ക് വെക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ആണെങ്കിൽ ഇതിങ്ങനെ ഓരോന്ന് നോക്കുന്ന സമയത്ത് അതിൽ ഒരെണ്ണം ഇവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നൈസായിട്ട് തറയിലിരുന്നിട്ട് അതിങ്ങനെ തനിക്ക് കണക്കാണോ എന്നുള്ളതിങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് അത് നിനക്ക് സൈസാകത്തില്ല, കുറച്ച് മുന്നേ തന്നെ ദേഹത്തൊരെണ്ണം വീണില്ലേ, അതാ നിനക്ക് കറക്റ്റ് സൈസ് എന്ന് പറയുമ്പോൾ വാ അടക്കടാ, നിനക്ക് വേറെ പണിയൊന്നുമില്ല ഇങ്ങനെയൊക്കെ പറയാനായിട്ട്, ഇതെല്ലാം വാരി പറക്കി കിട്ടി, മര്യാദയ്ക്ക് എൻ്റെ കടയിൽ ഫ്രണ്ടെന്ന് ഇപ്പം തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് ഹീറോയോട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ ഇതെല്ലാം ബോക്സിലാക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ രാത്രിയായി നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ വീട്ടിൽ വന്നിരുന്നിട്ട് ഇതിനെ പറ്റി തന്നെയായിരുന്നു ആലോചിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവൾ വീട്ടിൽ ഫുൾ വോളിയത്തിൽ പാട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ഡാൻസ് കളിയും പാട്ടുപാടലും ഒക്കെ ആയിരുന്നു. ഈ ബഹളം കേട്ടിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഇവിടെ ഉറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ ഇവിടെ നിന്ന് വിളിച്ചു പോകുന്നുണ്ടോ, ഒന്ന് നിർത്താവോ, എനിക്ക് കിടന്ന് ഉറങ്ങണം, നീ സൗണ്ട് ഒന്ന് കുറച്ച് വെക്കെന്ന് പറഞ്ഞ് പറയുമ്പോൾ അവൾ ഉണ്ടാക്കുന്ന സൗണ്ടിൽ നിന്ന് ഇവൻ പറയുന്നത് ഒന്നും തന്നെ അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം അവൻ എപ്പോഴും ചെയ്യുമ്പോൾ ഒരു ഹെഡ്സെറ്റും എടുത്ത് ചെവിയിൽ വെച്ച് പാട്ടും കേട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. പിറ്റേ ദിവസം നമ്മുടെ ഹീറോയിനെ ആ പെൺകുട്ടി വിളിക്കുന്നുണ്ട്. അവൾ രക്ഷപ്പെടുത്തിയ പെൺകുട്ടിയില്ലേ, അവൾ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ചേച്ചി ഞാൻ ഒരുപാട് നല്ല രാത്രി ആലോചിച്ചു, എന്നെ വേണ്ടാത്ത ആളെ എനിക്ക് വേണ്ടാന്ന് തന്നെയാണ്, പക്ഷേ എനിക്ക് അവളെ ഓർത്തിട്ട വിഷമം കൂടുതൽ. എൻ്റെ ഫ്രണ്ട് എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എനിക്കുള്ളതിൽ വെച്ചിട്ട് അവൾ മാത്രമേ എൻ്റെ അടുത്ത ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ളൂ, എനിക്ക് വേറെ ആരുമില്ല. അവളെന്നെ പെട്ടെന്ന് ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എനിക്ക് അത് ഓർത്ത് മാത്രം ഇത്രയധികം സങ്കടമെന്ന് പറയുമ്പോൾ ഹീറോയിനും ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് എല്ലാവർക്കും പുറകെ നടന്ന് പാറി വെക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ പാസ്റ്റ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അവൾക്കും ഇതുപോലൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. സ്കൂളിലും കോളേജിലും അവൾക്ക് ഏറ്റവും അടുത്ത കൂട്ടുകാരി എന്ന് പറയാൻ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവളുടെ ഉള്ളിൽ ഇവളോടൊരു അസൂയ കലർന്ന ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, അവളെക്കാട്ടിൽ സുന്ദരിയായിരുന്നു നമ്മുടെ ഹീറോയിൻ. എവിടെയെങ്കിലും പുറത്ത് പോവുകയാണെങ്കിൽ എല്ലാവരും ഹീറോയിനെ മാത്രമായിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ദിവസം ജ്യൂസ് കഴിക്കാനായിട്ട് ഒരു ഷോപ്പിൽ വന്നിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഹീറോയിനെ ശ്രദ്ധിക്കുന്ന അവൾ കാണുന്നുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൾ അങ്ങനെ ദേഷ്യത്തോടിരിക്കുന്ന സമയത്തായിരുന്നു അവിടേക്ക് ഹീറോയിൻ്റെ ലവർ വരുന്നത്. ഇതിന് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ, നീ അല്ലെങ്കിലും സുന്ദരി ആയതുകൊണ്ടല്ലേ ഞാൻ നിന്നെ പ്രണയിച്ചത്, നമ്മുടെ ഒരു ഫോട്ടോ എടുത്ത് തരാമോ എന്ന് പറഞ്ഞ് ഈ പെങ്കൊച്ചിനോട് ചോദിക്കുമ്പോൾ അവളൊരു ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവളുടെ ഉള്ളിൽ എന്തോ ഇവളോട് ഈ ഒരു ഭംഗിയുടെ കാര്യത്തിൽ ഒരു തീരാത്ത ഒരു പകയുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഹീറോ ആണെങ്കിൽ നേരെ ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിട്ട് നമുക്കിത് ശരിയാകത്തില്ലേ, ഇവിടെ വെച്ചെല്ലാം നിർത്തുന്നത് നല്ലതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര മോശമായിട്ടുള്ള റീസൺ പറയുന്നുണ്ടായിരുന്നു. റീസൺ വേറെ ഒന്നുമല്ല, അവൻ്റെ അമ്മ ഇവരുടെ രണ്ടുപേരുടെ ജാതകം വെച്ച് നോക്കിയപ്പോൾ ഒരുമിച്ച് ജീവിച്ച ആ ജീവിതം ഒരിക്കലും ഇവർക്ക് നല്ലതൊന്നും സമ്മാനിക്കില്ല എന്ന് പറഞ്ഞ് ജോത്സ്യം പറഞ്ഞു എന്ന്. അതുകൊണ്ട് എൻ്റെ അമ്മ പറഞ്ഞു ഇത് ബ്രേക്കപ്പ് ചെയ്യാനായിട്ട്, നിനക്കും എനിക്കും അതാടി നല്ലത്, നീ വിഷമിക്കരുത്, നിനക്ക് നല്ലൊരു ലൈഫ് കിട്ടുമെന്ന് പറയുമ്പോഴത്തേക്കും എടാ ബ്രേക്കപ്പ് ചെയ്യണമെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ, അതിന് ഇത്രയും വൃത്തികെട്ട റീസൺ എന്താ പറയുന്നത്, ഒന്നുമില്ലെങ്കിലും നിനക്ക് ഇത്രയും പ്രായമായില്ലേ എന്ന് പറഞ്ഞ് ഹീറോയിൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കും ഹീറോയിൻ നല്ല സങ്കടം വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പെങ്കൊച്ചാണെങ്കിൽ അവളുടെ ലവറിനെയും ആ കൂട്ടുകാരി പെങ്കൊച്ചിനെയും കാണാൻ വന്നിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചധികം സമയം ഇവർ 3 പേരിങ്ങനെ സൈലൻ്റ് ആയിരിക്കും ഇരിക്കുന്ന സമയത്ത്, എടാ നിനക്ക് എങ്ങനെ എന്നോട് ഇങ്ങനെ ചെയ്യാനായിട്ട് തോന്നിയത്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിനക്കറിയത്തില്ലേ ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിച്ചെന്ന്, ദേവി എതിർത്ത് ഈ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ കരയരുത്, എനിക്ക് കരച്ചിലൊന്നും കേൾക്കാനുള്ള സമയമില്ല എന്ന് പറയുമ്പോൾ കൊള്ളാം, ഇപ്പം അങ്ങനെയായോ, നീ അതോർത്ത് പേടിക്കണ്ട, നിന്നെപ്പോലെ ഒരുത്തിന് വേണ്ടിയിട്ട് കരയാനൊന്നും ഞാനത്ര മന്ദബുദ്ധിയൊന്നും അല്ലാന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ആ സമയം അവിടേക്ക് ഹീറോയിൻ കയറി വരുന്നുണ്ട്. ദേ ഇങ്ങനൊരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത്, നീ പാവപ്പെട്ട പെമ്പിളേരെ ചതിച്ചിട്ട് നിനക്ക് എന്താടേ കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ അവൻ്റെ ഷർട്ടിൻ്റെ കോളർ കയറി പിടിക്കുമ്പോഴത്തേക്കും ദേ എൻ്റെ ദേഹത്ത് തൊട്ടു പോരുത്, ഞാൻ പോലീസിലറിയിക്കും, ആ പോലീസിലറിയിക്കും, എൻ്റെ ആവശ്യം അത് തന്നെയാണെന്ന് പറയുമ്പോഴത്തേക്കും ഈ പെങ്കൊച്ചാണെങ്കിൽ ഹീറോയിൻ കുറച്ച് ഗ്രോസറി സാധനങ്ങളൊക്കെ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു സാധനം എടുത്ത് അവനെ വണ്ടയ്ക്കെടുത്ത് എറിയുന്നുണ്ടായിരുന്നു. ഇവിടേക്ക് ചെറിയൊരു ശതമാനം പ്രതീക്ഷ വെച്ചിട്ടാണ് ഞാൻ വന്നത്, നീ എന്നോട് ചെയ്തതിൽ നിനക്കൊരു കുറ്റബോധം തോന്നുമെന്നും ദേ ഈ നിൽക്കുന്ന ഇവളുടെ മുമ്പിൽ വെച്ച് തന്നെ എന്നോട് സോറി പറയുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ നിന്നെ എനിക്ക് മനസ്സിലായി, ഇതിനപ്പുറം ഒരിക്കലും ഞാൻ നിനക്ക് വേണ്ടിയിട്ട് കരയില്ല, ഞാൻ ഈ ലോകത്ത് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും മോശമായിട്ടുള്ള ഒരാളാണ്. പോകുന്നതിന് മുന്നേ തന്നെ അവളുടെ ഫ്രണ്ടാണെങ്കിൽ ഇവളോട് പറയുന്നുണ്ട്, എടി ഞാൻ ഈ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് പറയുമ്പോൾ നീ ഒന്നും മിണ്ടരുത്, എനിക്കൊന്നും നിന്നോട് പറയാനായിട്ടില്ല, നിൻ്റെ വേദന അതെന്ത് തന്നെയായിരുന്നിരുന്നാലും എനിക്കിപ്പോൾ ഒന്നും കേൾക്കണ്ട, നീ നോക്കിക്കോ, കുറച്ചുകൂടെ കഴിക്കുമ്പോൾ എൻ്റെ അതേ സ്ഥാനത്ത് നീ വന്ന് നിൽക്കും, അപ്പോൾ അറിയാം അതിൻ്റെ വേദന എന്താണെന്നുള്ളത്, ഞാൻ അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഹീറോയിനും ഈ ഫ്രണ്ട് പെങ്കൊച്ചും, അതായത്
ഹീറോയിൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയ പെൺകുട്ടിയായിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഹീറോയിൻ അവളുടെ കാര്യമായിരുന്നു ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു 7 കൊല്ലം മുന്നേ താനും നിന്നിട്ടുണ്ട്. തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ എല്ലാമായ അവൾ തന്നെ ചതിച്ച ആ ഒരു നിമിഷം. അവൾ ഒരു ദിവസം കോളേജിലേക്ക് പോകാനായിട്ട് ബസ്സിൽ വരുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്നതൊക്കെ അവൾ കാണുന്നുണ്ട്. അവർ ഹഗ് ചെയ്യുന്നത് കാണുന്നുണ്ട്. അവൾക്ക് അതൊന്നും സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് തിരികെ അവൾ ആ സുഷി ഷോപ്പിലേക്ക് വരുന്നുണ്ടായിരുന്നു. നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവിടെ അങ്ങനെ നിൽക്കുന്ന സമയം അവിടേക്ക് നമ്മുടെ ഹീറോ സുഷി കഴിക്കാനായിട്ട് വരുന്നുണ്ട്. അവന് ആവശ്യമായിട്ടുള്ള ഫുഡ് ഓർഡർ ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് ഹീറോയിൻ ആണെങ്കിൽ അത് തകർത്ത് നിന്ന് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഹീറോയുടെ ആ കമ്പനിയിൽ പുതിയ കുറേ സ്റ്റോക്ക് വന്നിട്ടുണ്ടെന്ന് അതിൻ്റെ പിക്ചേഴ്സൊക്കെ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ അസിസ്റ്റന്റ് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇവന് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു പുറകിൽ നിൽക്കുന്ന ഹീറോയിൻ ഇത് കാണുന്നത്. ഇവന് ശരിക്കും എന്തോ മാനസിക രോഗം ഉണ്ടെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ 24 മണിക്കൂർ ഇവൻ തന്നെ ഇങ്ങനെ ഈ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുന്നത്. ഈ ഇവൻ ഇത്ര വൃത്തികെട്ടവനാണോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്തായിരുന്നു പുറത്തെന്തോ ഒരു ബഹളം കേൾക്കുന്നുണ്ട്. ആരും വിളിക്കുന്നതായിട്ട് ഇവർക്ക് തോന്നിയത്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഡോർ ഓപ്പൺ ചെയ്ത് കയറി വരുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിൻ്റെ എക്സ് ലവറും അവളുടെ എല്ലാമായ ആ പഴയ ബെസ്റ്റ് ഫ്രണ്ടുമായിരുന്നു. അയ്യോ, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? ഇത് നിൻ്റെ ഷോപ്പാണോ? ആ അതെ, ഇതെൻ്റെ ഷോപ്പാണ്. ഓ മൈ ഗോഡ്, എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് നിനക്ക് ഈ സുഷിയൊന്നും ഒട്ടും ഇഷ്ടമല്ലാതിരുന്നതാണല്ലോ. എന്നിട്ട് നീ അതിൻ്റെ ഷോപ്പ് തന്നെ തുടങ്ങാമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അത്ഭുതമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ഫ്രണ്ട് പെൺകുട്ടിക്ക് എന്തോ തോന്നിയിട്ട് അവളാണെങ്കിൽ ഇവൻ്റെ കയ്യിൽ കുറച്ചുകൂടി ചേർത്ത് ഇറുക്കി പിടിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളിവിടേക്ക് വന്നതിൽ വേറൊരു ഇത് കൂടിയുണ്ട്. ഞങ്ങളുടെ കല്യാണം ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലെറ്റർ എൻ്റെ ബാഗിലുണ്ടായിരുന്നു, ഞാനൊന്ന് എടുക്കട്ടെ എന്ന് പറയുമ്പോൾ തന്നെ ഈ അടുത്ത് നിൽക്കുന്ന ചെക്കൻ അത് ഇവിടേക്ക് നമുക്ക് പിന്നെ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാലും ഇതെന്തൊരു ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. നീ ഇങ്ങനെ ഒരു ഷോപ്പൊക്കെ തുടങ്ങുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഹീറോയിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേൾക്കുന്നത്. എത്ര നാളുകൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത്. നീ അന്നത്തെ പോലെ ഭയങ്കര സുന്ദരിയാന്ന് പറയുമ്പോൾ തന്നെ ഈ നിൽക്കുന്ന ഈ പെങ്കൊച്ചാണെങ്കിൽ ദേഷ്യം വന്നങ്ങ് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. അവൾക്ക് ഓൾറെഡി അറിയായിരുന്നു ഇത് നമ്മുടെ ഹീറോയിൻ്റെ ഷോപ്പ് തന്നെയാണെന്നുള്ളത്. അവൾ മനഃപൂർവ്വം ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവനെയും കൂട്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഹീറോയ്ക്ക് ഇവളുടെ ഒരു സങ്കടമൊക്കെ കാണുമ്പോൾ തന്നെ എന്തോ ഇവളുടെ എക്സ് ലവർ ഇവനാണെന്നുള്ളൊരു തോന്നൽ അവനുണ്ടായിരുന്നു. അവരങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതിന് ശേഷവും ഹീറോയിനകെ സങ്കടം വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ട് അതെ, ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ട് കുറച്ച് സമയമായി, നിനക്ക് തരാനായിട്ട് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അതങ്ങ് തുറന്ന് പറഞ്ഞാൽ പോരെ, ഞാൻ ഇറങ്ങി പൊക്കോളെന്ന് പറയുമ്പോൾ വെയിറ്റ് ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അതെടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴും അവളുടെ മൈൻഡ് നേരെ പോകുന്നത് ആ 7 കൊല്ലങ്ങൾക്ക് മുന്നേ അവളിങ്ങനെ ബസ്സിലിരിക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും ഹഗ് ചെയ്യുന്നത് പോലെയുള്ള ആ കാഴ്ചകളിലേക്കായിരുന്നു. ശരിക്കും ഹീറോയിൻ ആ കോളേജിൽ ബസ്സിൽ ഇരിക്കുന്നുണ്ടെന്നാൽ ഈ പെങ്കൊച്ചിന് അറിയായിരുന്നു. അവൾ മനഃപൂർവ്വം അവൾ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഇവനെ ഹഗ് ചെയ്തതും അവിടെ വെച്ച് ഇങ്ങനെ കിസ് ചെയ്തതുമൊക്കെ. പക്ഷെ അത് കണ്ടതിൽ പിന്നെ അവൾക്ക് സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിപ്പോൾ ആർക്കായിരുന്നാലും അങ്ങനെ ഒരു കാഴ്ച കണ്ട അത് ജീവിച്ചിരുന്നിട്ട് മരിച്ചു പോകുന്നത് പോലെ നമുക്ക് തോന്നുന്നില്ലേ? അവൾ ആ ബസ്സിലിരുന്ന് ആൾക്കാരൊക്കെ ഇരിക്കുന്നതെന്ന് തോക്കാതെ ഭയങ്കരമായിട്ടിരുന്ന് കരയുന്നുണ്ടായിരുന്നു. അതെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ശ്രദ്ധിക്കുമ്പോൾ അവൾക്ക് ആ കരച്ചിൽ അടക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ കഴിയാതെ അവൾ പൊട്ടി കരയുന്നുണ്ടായിരുന്നു. ആ സമയം അവളുടെ അടുത്തേക്ക് ഇവൾ കരയുന്ന ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പയ്യൻ വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവനൊരു തൊപ്പി അവൾക്ക് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അവൾ ആ തൊപ്പിയുടെ മറവിൽ ഒരുപാടിരുന്ന് കരയുന്നുണ്ട്. അവസാനം അവൾക്ക് എത്താനുള്ള സ്റ്റോപ്പ് എത്തുമ്പോൾ ആ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു അവൾ കണ്ണാടിയിൽ നിന്നൊക്കെ നോക്കുമ്പോൾ, അതായത് ആ ബസ്സിൻ്റെ ഗ്ലാസ്സിലേക്ക് നോക്കുന്ന സമയത്ത് അവൾ കരഞ്ഞ് കണ്ണുകളൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുന്നുണ്ടായിരുന്നു. മറ്റുള്ള ഫേസ് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര മടിയായിരുന്നു ഈ കണ്ണ് വെച്ചിട്ട്. ആ സമയത്ത് ഈ തൊപ്പി വെച്ച് കൊടുത്ത ആ പയ്യനാണെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് കൂടെ അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ആ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടായിരുന്നു ആ ബസ്സിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും അതിൻ്റെ ഓർമ്മയെന്നോളം അവൾക്ക് ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് സങ്കടം വരുന്ന സമയത്ത് ഈ തൊപ്പിയും ഈ കൂളിംഗ് ഗ്ലാസും വെച്ചായിരുന്നു അവൾ കരയുന്നുണ്ടായിരുന്നത്. ആ സമയത്ത് അവളുടെ കൂടെ ആരോ അവൾക്ക് സപ്പോർട്ടീവായിട്ട് കൂടെ ഉണ്ടെന്നായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നിധി പോലും അത് ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ പിറ്റേ ദിവസം നമ്മുടെ ഹീറോയും അവൻ്റെ അസിസ്റ്റൻറ്റും കൂടെ സൈക്കിളിങ്ങിന് വരുന്നുണ്ട്. ഓഫീസിൽ വെച്ചിട്ട് അവൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു CEO ആണെങ്കിലും അവിടുത്തെ ഓഫീസ് ടൈം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന അവനൊരു ബെസ്റ്റ് ഫ്രണ്ട് പോലെയായിരുന്നു. അങ്ങനെ അവർ സൈക്ലിങ്ങിന് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് അവനെന്തോ അവരുടെ റിലേഷൻഷിപ്പിലെന്തോ, അതായത് അവൻ്റെ ലവറുമായിട്ടുള്ള റിലേഷൻഷിപ്പിലെന്തോ വഴക്കായിട്ട് എനിക്കെന്തോ ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നു, നീ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് കൊച്ചു പിള്ളേരെ പോലെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. അവൻ ഭയങ്കര സ്വീറ്റ് ആയിട്ടാണ് അത് ചെയ്യുന്നെങ്കിലും ഹീറോയ്ക്ക് ഭയങ്കര ക്രിഞ്ച് അടിക്കുന്നുണ്ടായിരുന്നു. അയ്യോ പാവം, നിന്നെ ഞാൻ എവിടേക്കാണ് കൊണ്ടുപോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എന്നെ നീ ഏതെങ്കിലും ബാറിൽ കൊണ്ടുപോയാൽ മതി, പ്ലീസ് എന്നെ കൊണ്ടുപോകുമോ, എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നാന്ന് പറയുമ്പോൾ എടാ കുഞ്ഞു ഭാവിയില്ല നിന്നെ എവിടേക്ക് ഞാൻ എടുത്തുകൊണ്ട് കൊണ്ടുപോകാനായിട്ട്, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത്. അവളുടെ സുഷി ഷോപ്പിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പിന്നെയും അവളെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ എക്സ് ലവറിൻ്റെ കാമുകിയിലെ, അതായത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് പഴയ അവൾ വരുന്നുണ്ടായിരുന്നു. ഹലോ, എന്നെ നീ ഇന്നിവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ വീട്ടിൽ പോയിട്ട് എനിക്ക് ഒരു സമാധാനമില്ലായിരുന്നു. നിന്നെ കണ്ടിട്ട് ഞാൻ കല്യാണം വിളിക്കാതെ പോകുന്നത് എന്ത് മോശമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ലെറ്ററുമായിട്ട് ഇവിടേക്ക് വന്നത്. നീ കല്യാണത്തിന് വരണമെന്ന് പറയുമ്പോൾ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. എനിക്ക് ആ കല്യാണത്തിന് വരാൻ ഒട്ടും താല്പര്യമില്ല എന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് വെറുതെ വന്ന് വിളിക്കാനായിട്ട് നിൽക്കുന്നത്? എനിക്കിവിടെ വേറെ ഒരുപാട് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവളവിടെ ജോലി ചെയ്യാനായിട്ട് പോകുമ്പോൾ അതെന്താ നീ വരാതിരിക്കുന്നത്? കൂടെ കൊണ്ടുവരാനായിട്ട് ആളില്ലാത്തത് കൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ കറക്റ്റ് സമയത്ത് ആ ഡോറും തുറന്നിട്ട് നേരെ ആ ഷോപ്പിലേക്ക് നമ്മുടെ ഹീറോ വരുന്നുണ്ടായിരുന്നു. അവൻ ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്.
നിനക്കെങ്ങനെ ഇപ്പോൾ ലൈനൊന്നും സെറ്റാകാൻ സമയമേ കഴിഞ്ഞല്ലോ. മാത്രമല്ല എവിടെ പോയിരുന്നാലും നീ ഒരു ബ്യൂട്ടി ക്വീൻ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്തുള്ള ചെറുപ്പക്കാരെല്ലാം നിന്റെ പുറകെ ആയിരിക്കും. പക്ഷെ എന്ത് ചെയ്യാനാ, യോഗ ഇല്ലാതായി പോയില്ലേ. അതുകൊണ്ടല്ലേ ജാതകത്തിൽ നിനക്ക് പ്രശ്നമുള്ളത്. പാവം അവൻ്റെ അമ്മ അത് നേരത്തെ കണ്ടെത്തിയത് കൊണ്ടാ അവനിപ്പോൾ എന്നെ കല്യാണം കഴിക്കാനായിട്ട് പറ്റിയത്. നീ പ്രാർത്ഥിക്ക് ജാതകദോഷമൊക്കെ മാറിയിട്ട് നിന്റെ കല്യാണം പെട്ടെന്ന് നടക്കാനായിട്ടെന്ന് പറയുമ്പോൾ ഹീറോയിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അവളാണെങ്കിൽ ഇവൾ അടിക്കാന്ന് കരുതി അടുത്തേക്ക് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മുടെ ഹീറോ പെട്ടെന്ന് കയറി വന്നിട്ട് എന്ത് പറ്റി ഡാർലിംഗ്, നീ എന്തിനെങ്കിലും ദേഷ്യപ്പെടുന്നെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവൾക്കാണെങ്കിൽ ഇവനിത് എന്ത് വന്ന് പറയുന്നെന്നോ എന്തിനാണ് ഇവളുടെ കയ്യിൽ പിടിച്ചതെന്നോ ഒന്നും മനസ്സിലാകാതെ ഇങ്ങനെ നോക്കിയതോടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ പെട്ടെന്ന് ഇവൾക്ക് തോന്നുന്നുണ്ട് ഇനിയെങ്ങാനും ഇവൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കുമോ. അങ്ങനെ ആകാനാണ് ചാൻസ്. പിന്നെ അങ്ങോട്ട് തകർത്ത് അഭിനയിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും. ഓ ഡാർലിംഗ്, ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള കാര്യം, അവളാണ് ഇവള്. അയ്യോ, നിന്നെ ഒരു പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് മറന്നുപോയി. ഇതാണ് എൻ്റെ സ്വീറ്റ് ഡാർലിംഗ്, ഞങ്ങൾ കല്യാണം കഴിക്കാനായിട്ട് പോകാമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവരാണെങ്കിൽ സീരിയസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്ന പോലെ ഇവർ വിചാരിക്കുന്നത്. പക്ഷെ അത് ഭയങ്കര തമാശയായിരുന്നു. ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും അഭിനയിക്കുന്നതാണോ എന്ന് പോലും ഇവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അവൾ ഇവൻ്റെ കയ്യിൽ പിടിക്കാൻ വരുമ്പോഴത്തേക്കും അവൻ അവളുടെ തലയിലേക്ക് പിടിക്കാനായിട്ട് വരും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. ചെറിയൊരു ഡൗട്ട് അടിച്ച് ഇവളാണെങ്കിൽ നിങ്ങൾ തമ്മിൽ എത്ര നാളായി റിലേഷൻഷിപ്പിലായിട്ട്? ഞങ്ങൾ കുറേ നാളായെന്ന് അവൻ പറയുമ്പോൾ കുറച്ച് നാളെ ആയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവളും പറയുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഇവർ പറയുന്ന ഓരോ ആൻസർ കേൾക്കുമ്പോൾ അവൾക്ക് തന്നെ പ്രാന്ത് ഇളകുന്നുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ഹീറോയുടെ അസിസ്റ്റന്റ് കയറി വരുന്നുണ്ടായിരുന്നു. അവൻ കയറി വന്നിട്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ ഒന്നും മനസ്സിലാവാതെ ബോസ് നിങ്ങളെന്താ ഇവിടെ എന്നോട് വരില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളിവിടെ എന്ത് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പെട്ടെന്ന് കണ്ണ് കാണിച്ചിട്ട് മിണ്ടാതിരിക്കുന്നു പറയുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഒന്നും മനസ്സിലാകാതെ അവനും ഇങ്ങനെ കണ്ണടച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നേരെ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് ബോസ്, ഓ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, ഇതാണല്ലേ നിങ്ങൾ കുറേ നാൾ കൊണ്ട് ഒരു പെൺകുട്ടിയുടെ കാര്യം എന്നോട് പറയാറുണ്ടല്ലോ, ആ പെൺകുട്ടിയാണല്ലേ ഇവള്. ഞാൻ കുറേ നാളായി ചേട്ടത്തി ഒന്ന് കാണുമെന്ന് വിചാരിച്ചിരിക്കുന്നത്, എനിക്ക് ഇന്ന സമയം കിട്ടുമെന്ന് പറഞ്ഞ് മന്ദബുദ്ധിയുടെ പോലെയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ബോസ്, നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാനായിട്ട് മറന്നുപോയിട്ട് എപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്, അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും സമയം നിങ്ങളെ അന്വേഷിച്ച് നടന്ന് ഇവിടേക്ക് വന്നത്. ഹായ് ചേട്ടത്തി, നിങ്ങളെ കണ്ടത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നെയും എന്തൊക്കെയോ വളവളാന്ന് സംസാരിക്കേണ്ടി വരുന്ന സമയത്ത് ഇനി ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് ഹീറോ ആണെങ്കിൽ നൈസായിട്ട് ഇവനെ തള്ളി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. നിന്നോട് ആരാടാ പറ്റി ഇവിടേക്ക് വരാനായിട്ട് പറഞ്ഞു ചോദിക്കുമ്പോൾ നീയല്ലേ എന്നോട് പറഞ്ഞത് ബാറിലേക്ക് വരാനൊക്കെ സമയമില്ലെന്ന്, പിന്നെ നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും നീ തൽക്കാലം അറിയേണ്ട ഒരു ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഹീറോ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ അകത്താണെങ്കിൽ അവളുടെ ആ ഫ്രണ്ട് ആണെങ്കിൽ എന്തായാലും നീ കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ എടുത്ത് അവളെ പോക്കറ്റിൽ വെച്ച് കൊടുത്തിട്ട് അവിടെ പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹീറോ അവളൊന്ന് ആശ്വസിപ്പിക്കാമെന്ന് കരുതി വരുന്ന സമയത്തായിരുന്നു ഒരു കാഴ്ച കാണുന്നത്. ഹീറോന് എന്തെങ്കിലും സങ്കടം വന്നു കഴിഞ്ഞാൽ അവൾ ആ കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെക്കുമല്ലോ. ഇപ്പോഴും ആ സെയിം കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് കസ്റ്റമേഴ്സിനടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പുറത്ത് മിറർ വഴി അവനത് കാണുന്നുണ്ടായിരുന്നു. ആ കണ്ണാടി അതെൻ്റെ ഗ്ലാസ് അല്ലേ? ഓ, അപ്പോൾ അന്ന് വർഷങ്ങൾക്ക് മുന്നേ ആ ബസ്സിൽ വെച്ച് ഞാൻ കൊടുത്തത് ഇവൾക്കാണോ? അത് കാണുമ്പോൾ തന്നെ അവന് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നുന്നുണ്ടായിരുന്നു. നേരെ റൂമിൽ പോയി കിടന്നിട്ട് 7 വർഷമായി അത് ഞാൻ അവൾക്ക് കൊടുത്തിട്ട്, ഇപ്പോഴും അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയെങ്ങാനും അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടാകുമോ? അത് ആലോചിക്കുമ്പോൾ തന്നെ അവൻ്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടി വരുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ആ തൊപ്പിയും ആ ഗ്ലാസും എല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആ ബസ്സിൽ വെച്ചിട്ട് ഈ കൂളിംഗ് ഗ്ലാസും തൊപ്പിയെല്ലാം അവൻ കൊടുത്തിട്ട് ആ ബസ്സിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അവനൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ബസ്സിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയം കൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്ന് അവൾക്ക് ഇവനെ കാണാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് രണ്ടും നമ്മുടെ ഹീറോ തന്നെയാണ് കേട്ടോ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മുടെ ഹീറോയുടെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഈ പെങ്കൊച്ചാരാന്ന് എത്ര ആലോചിച്ചിട്ട് പിടികിട്ടുന്നുണ്ടായിരുന്നില്ല. അത് ചിന്തിക്കുന്നോറും അത് ആരാണെന്ന് കണ്ടെത്താതെ അവനൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നേരെ പോയിട്ട് ഹീറോയോട് മര്യാദയ്ക്ക് സത്യം തുറന്ന് പറയും, അതാരാ പെൺകുട്ടി, നീ ഇതുവരെ അതെന്നോട് തുറന്നു പറഞ്ഞില്ലെന്ന് പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ അത് നിന്നോട് പറയേണ്ട ഒരു ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അവനെന്തോ ഇതാരാന്നറിയാതെ ഒരു സമാധാനം ഇല്ലാത്തത് കാരണം നേരെ ഇത് അവളോട് തന്നെ പോയി ചോദിക്കാമെന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ ഷോപ്പിലേക്ക് വരുന്നുണ്ടായിരുന്നു. ചേച്ചി, ഞാൻ വന്നത് വേറൊന്നുമല്ല, നമുക്ക് ഫ്രണ്ട്സ് ആവാവോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഉണ്ട്, നമുക്ക് ബിയർ എന്തെങ്കിലും കഴിച്ചാവോ എന്ന് ചോദിക്കുമ്പോൾ അവളും ഓക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും, അവൾക്ക് ഓൾറെഡി അറിയാമല്ലോ അത് ഹീറോയുടെ അസിസ്റ്റൻ്റ് ആണെന്നുള്ളത്, അങ്ങനെ രണ്ടുപേരും കൂടെ ബിയർ കഴിക്കാനായിട്ട് ഇരുന്നതായിരുന്നു. പിന്നെ അത് ബിയർ കഴിച്ച് സംസാരിക്കലായി, ബഹളമായി, പാട്ടായി, ഡാൻസായി അതങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞ രണ്ടുപേർക്ക് ഇപ്പോൾ ബോധമില്ലായിരുന്നു. ആ ബോധമില്ലായ്മയിൽ പുറത്ത് തന്നെ അവരെന്തൊക്കെയോ അവിടെ കാട്ടിക്കൂട്ടി വെക്കുന്നുണ്ട്. ഹീറോക്കാണെങ്കിൽ നൈറ്റ് ആയപ്പോഴത്തേക്ക് അവളുടെ ഷോപ്പിലേക്ക് ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. ഇനി ഞാൻ എപ്പോഴും പോയി അവൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് അവ അങ്ങനെ പിന്നെ തിരിച്ച് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഷോപ്പിലാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ തലകുത്തിനെടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. അയ്യോ, എൻ്റെ കണ്ണാടി കാണാനില്ലല്ലോ, ഞാൻ ഇവിടെയാണല്ലോ വെച്ചെന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നു ചേച്ചി അതല്ലേ നിങ്ങളുടെ നെറ്റിയിൽ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് അവൻ പറയുന്നുണ്ടായിരുന്നു. ഓ, ഞാൻ മറന്നു എന്ന് പറയുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഇവൻ ഈ കണ്ണാടി ശ്രദ്ധിക്കുന്നത്. അവൻ ഓൾറെഡി അറിയാറുണ്ട് ഹീറോയുടെ കണ്ണാടിയാണെന്നുള്ള കാര്യം, കാരണം അതെന്തോ പേരെന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് അവൻ്റെ കണ്ണാടിയില്ലേ, ഇതെങ്ങനെ ഇവരുടെ കയ്യിലെത്തിയെന്ന് പറഞ്ഞിട്ട് അവനൊക്കെ കൺഫ്യൂഷൻ അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവൻ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട്, ഹലോ, 7 കൊല്ലങ്ങൾക്ക് മുന്നേ കളഞ്ഞു പോയ ആ കണ്ണാടി എങ്ങനെ ഇവളുടെ കയ്യിൽ വരുന്നത്? മര്യാദയ്ക്ക് നിങ്ങൾ എന്നോട് സത്യം പറയും, നിങ്ങൾ രണ്ടുപേരും എൻ്റെ അടുത്ത് എന്തോ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്, 7 കൊല്ലം നിങ്ങൾ പ്രണയത്തിലായിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവ എന്തൊക്കെയോ ബളബളാ നിങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്കാണെങ്കിൽ ഇവ എന്താണ് ഈ പറയുന്നത് ഒന്നും മനസ്സിലാകാതെ
ആകെ ഒരേ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്, ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒരിടത്താണെന്നുള്ള കാര്യം. അങ്ങനെ ഇവൻ നേരെ എന്തായിരുന്നാലും ഹീറോയിൻ്റെ ആ ഷോപ്പിലേക്ക് വരുന്നുണ്ടായിരുന്നു. വരുമ്പോൾ രണ്ടുപേരും ബോധമില്ലാതിരിക്കുന്നുണ്ടായിരുന്നു. ഇതേ നോക്കിയേ നിൻ്റെ സാറ് വന്നെന്ന് പറയുമ്പോൾ സാറായിരുന്നാലും എന്ത് മണ്ണാങ്കട്ടയായിരുന്നാലും അതൊക്കെ ഓഫീസിൽ മാത്രമേ ഉള്ളൂ. 4 മണി കഴിഞ്ഞാൽ എൻ്റെ സാറൊന്നും അല്ലാന്ന് പറഞ്ഞിട്ട് ഇവൻ അങ്ങനെ അങ്ങ് ബോധമില്ലാതെ ടേബിളിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. ഹീറോയിൻ അപ്പോഴും എന്തിനാ ഡാർലിംഗ് ഇവിടേക്ക് വന്നത്? നീ പേടിക്കണ്ട, ഇന്നെൻ്റെ ആ ഫ്രണ്ടും എക്സ് ലവറും ഒന്നും വരത്തില്ല, അതുകൊണ്ട് ഇന്ന് അഭിനയിക്കേണ്ട ഒരു ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ട് ഇവള് ബോധമില്ലാതെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ എനിക്കറിയാം, ഞാൻ നിങ്ങൾ രണ്ടുപേരും ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇവന് തീരെ ബോധമില്ലെന്ന് പറയുമ്പോൾ മിണ്ടിപ്പോരുത്. എൻ്റെ അനിയനെക്കുറിച്ച് നിങ്ങൾ ഒരു അക്ഷരം പറയരുതെന്ന് പറയുമ്പോൾ ആര്? ഏതനിയൻ? ഈ കിടക്കുന്നവനാണോ നിൻ്റെ അനിയൻ? പിന്നെ ഇല്ലേ, എൻ്റെ അനിയനാ ഇവൻ. ഒരു മണിക്കൂർ കൊണ്ട് നിൻ്റെ അനിയനൊക്കെ ആക്കാമോ ഇവനെ? അതൊക്കെ എനിക്ക് എപ്പോഴേ ആക്കാം. ഒരു അരമണിക്കൂർ മതി എനിക്ക് ഒരാളോട് സംസാരിച്ച് അവരെ ക്യാരക്ടർ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ എൻ്റെ അനിയനാണെന്നുള്ള കാര്യം. പറഞ്ഞു വന്നപ്പോഴല്ലേ ഞങ്ങൾ അടുത്തടുത്തുള്ള സ്കൂളുകളിലാണ് പഠിച്ചത്, ഞാനിവനെ മുന്നേ പണ്ട് കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീ എന്നെയും കാണാനാണ് ചാൻസ്. ഞാനിവന് ഒരു സ്കൂളിലാണ് പഠിച്ചത്. അങ്ങനെയാണോ? പക്ഷെ ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് എന്നെ അറിയത്തില്ലേ? ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ച സമയത്ത് ബ്യൂട്ടി ക്യൂനായിരുന്നു. സ്കൂളിൽ മാത്രമല്ല കേട്ടോ, കോളേജിലും എവിടെ വെച്ച് കണ്ടാലും എല്ലാ ആമ്പിളരും എൻ്റെ പുറകെ നടക്കുമായിരുന്നു. അന്നത്തെ ആ ഭംഗി എനിക്ക് ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവള് ക്യൂട്ടായിട്ട് എന്തൊക്കെയോ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. ഒരു സമയം കഴിയുമ്പോഴത്തേക്കും ഹീറോ ആണെങ്കിൽ ഇവിടെ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ ആസ്വദിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ അങ്ങനെ സ്റ്റക്കായിട്ട് ഇവളെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ലല്ലോ, നിന്നെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഹീറോയിന് വല്ലാണ്ടായിട്ട് മുഖം ഇങ്ങനെ കരയുന്ന പോലെ ആക്കുമ്പോഴത്തേക്കും നീ ഇങ്ങനെ കരയണ്ട കേട്ടോ. കരയുന്നത് മറ്റുള്ളവർ കാണാനായിട്ട് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നത് പറഞ്ഞ് ആ കൂളിംഗ് ഗ്ലാസ് അവൾക്കെടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെൻ്റെ കൂളിംഗ് ഗ്ലാസ് ആണ്, നിനക്ക് അതേ പറ്റിയിട്ട് ഓർമ്മയുണ്ടോ എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവൾക്കിങ്ങനെ പെട്ടെന്ന് അന്ന് ആ തൊപ്പിയും കൂളിംഗ് ഗ്ലാസും കൊടുത്ത കാര്യം ഓർമ്മ വരുന്നുണ്ടായിരുന്നു. സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് ഇവിടെ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ ബോധം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് നിങ്ങളെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അന്ന് ആ ബസ്സിൽ വെച്ച് ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നത്. ആ സമയത്ത് നിങ്ങൾ ആരെന്ന് പോലും എനിക്കറിയാതെ എന്നെ ഹെൽപ്പ് ചെയ്തു. നിങ്ങളെ കാണണമെന്ന് ഞാൻ 7 കൊല്ലം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോഴും ആ തൊപ്പിയും ആ കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെക്കുന്ന സമയത്തെല്ലാം എനിക്കെന്തോ എൻ്റെ കൂടെ ആരോ ഉള്ളതുപോലെ തോന്നുന്നതെന്ന് പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് അവളോട് പറയുന്നുണ്ട്, ഈ തുപ്പിയും ഈ കൂളിംഗ് ഗ്ലാസും ഇപ്പോഴും നീ സൂക്ഷിക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. അത് മാത്രമല്ല അതിനോട് എനിക്ക് താല്പര്യവുമില്ല. ഈ കൂളിംഗ് ഗ്ലാസ് വെയിലുള്ളപ്പോൾ മാത്രം വെക്കേണ്ടതാ, അതിങ്ങനെ രാത്രിയൊക്കെ വെക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ പറഞ്ഞൊരു ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ നീ എന്തിനാ ഇങ്ങനെ എപ്പോഴും കരയുന്നത്? നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട. അല്ലാതെ അവരെ തന്നെ ഇങ്ങനെ ആലോചിച്ച് എത്ര നാളെന്ന് വിചാരിച്ച കരഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് പോകുന്നത്? അവരുടെ ലൈഫ് കണ്ടില്ലേ? നിന്നെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? നിന്നെക്കുറിച്ച് ഓർത്ത് എപ്പോഴെങ്കിലും കരയുന്നുണ്ടോ? അപ്പോൾ പിന്നെ ഇതൊക്കെ എന്തിനാ നീ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴായിരുന്നു അവളും ഇതേപ്പറ്റി ആലോചിക്കുന്നത്. അവൻ നല്ല ഓക്കെ ആയിരുന്നു, അതായത് ആ പുതിയ ഫ്രണ്ടുമായിട്ട്, അതായത് ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് പെൺകുട്ടിയായിട്ട് നേരെ ആ ഷോപ്പിലേക്ക് വന്ന സമയത്തൊക്കെ അവൻ ഫുൾ ഹാപ്പി ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇതിലെങ്ങനെ കരയണമെന്ന് പറഞ്ഞിട്ട് അവൾ അതേ പറ്റിയിട്ട് അപ്പോഴായിരുന്നു ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഓഫീസിലേക്ക് പോകാനായിട്ട് ഹീറോ റെഡിയായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഹീറോയിനും ഇവനെ കാണുന്നുണ്ട്. ഇവരിങ്ങനെ അടുത്തടുത്താണ് താമസിക്കുന്ന ഇവർക്ക് അറിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഹീറോ ഇവൾ കണ്ടപ്പോഴത്തേക്കും വായും തുറന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. നീ എന്തിനാ ഇങ്ങനെ ഒരു ഗെറ്റപ്പിൽ നിൽക്കുന്നത്? ശരിക്കും നീ തന്നെയാണോ അത്? നിങ്ങൾ ട്വിൻസ് എങ്ങാനാണെന്ന് ചോദിക്കുമ്പോൾ ട്വിൻസ് ഒന്നും അല്ല, ഞാൻ തന്നെയാണ് ആള്. പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വൈകുന്നേരം ഒരു ലുക്കിൽ ഇപ്പോൾ വേറൊരു ലുക്കിൽ. അവളങ്ങനെ അത്ഭുതത്തോടെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവൻ പെട്ടെന്ന് ഓഫീസിൽ നിന്നൊരു കോൾ വന്നിട്ട് ഓഫീസിലേക്ക് പോകാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ ഓഫീസിലേക്ക് വന്നിട്ട് അവൻ അവിടുത്തെ ജോലികളൊന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. തലേ ദിവസം ഹീറോയിനോട് സംസാരിച്ച കാര്യങ്ങളും അവളുടെ മുഖം തന്നെയായിരുന്നു എൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഈവനിങ് ആവുന്നുണ്ട്. ഇപ്പോൾ ഹീറോയിനാണെങ്കിൽ ആ സുഷി ഷോപ്പിൽ ഭയങ്കര തിരക്കായിരുന്നു. ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളെ പുറകെ നടന്ന് ശല്യം ചെയ്യാനായിട്ട് കുറച്ച് ശത്രുക്കൾ അവൾക്കുണ്ടായിരുന്നു. അത് വേറൊന്നിൻ്റെയും പേരിലല്ല, അവളുടെ ആ സൗന്ദര്യത്തിൻ്റെ പേരിൽ തന്നെയായിരുന്നു. ഇപ്പോൾ അങ്ങനെ കുറച്ച് ഗ്യാങ് ആയിട്ട് ഇവളുടെ ഷോപ്പിൽ വന്നിരിക്കുന്നുണ്ട്. ഈ റെഡ് കളർ ഡ്രസ് ഇട്ടിരിക്കുന്ന ഈ സിൽക്കില്ലേ, അവൾ ആരാന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഷോപ്പ് നമ്മുടെ ഹീറോയിൻ തുടങ്ങുന്നതിന് മുന്നേ അവളൊരു മീഡിയയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ മീഡിയയിൽ അവൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവൾ ഫുൾ സെറ്റായിരുന്നു. അവൾ അവിടെ എന്ത് ജോലി ചെയ്താലും അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരുപാട് ഫാൻസും ആ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിൽക്കിക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എല്ലാ ചെക്കന്മാരും ഇവളുടെ പുറകെ തന്നെ ആയിരുന്നു ഇവളുടെ ഭംഗി കൊണ്ട്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഇവളെ കാണുന്ന പോലും ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഒരു അവസരം കിട്ടിയ സമയത്ത് മനഃപൂർവ്വം ഇവളുടെ മേലിൽ ഇവൾ അറിയാതെ കുറേ പഴിയൊക്കെ എടുത്തിട്ട് ഇവൾ ചെയ്യാത്ത കുറേ കുറ്റങ്ങളും ചുമത്തി അവൾ ആ ഓഫീസിൽ നിന്ന് ഇവള് കാരണം പുറത്താക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മുടെ ഹീറോയിന് നേരെ ഇവിടെ വന്ന് ഈ സുഷി കട ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പുറകെ നടന്ന ഹീറോയിൻ അവൾ ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. കുറേ നാളുകൊണ്ട് ഇവിടെ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഗ്യാങ് ആയിട്ട് ചേർന്ന് ഇവൾ ആക്രമിക്കാനായിട്ട് ഇവളെ ഷോപ്പിൽ തന്നെ വരുന്നുണ്ടായിരുന്നു. ഇവൾ അതിന് വലിയ മൈൻഡ് കൊടുക്കാതെ അവൾക്ക് ആവശ്യമുള്ള ഫുഡെല്ലാം കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അയാൾ വന്നിട്ട് ഹീറോയോട് പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടേക്ക് വന്നത് വേറൊന്നുമല്ല, നിങ്ങളിപ്പോൾ ഈ കട തുടങ്ങിയിട്ട് നല്ല രീതിയിലാണ് ഇത് മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഇൻ്റർവ്യൂ ആവശ്യമായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ പുതിയൊരു പ്രോഗ്രാം തുടങ്ങാനായിട്ട് പോവുകയാണ്. അതിന് നിങ്ങൾ ആദ്യമായിട്ട് ഇൻവൈറ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നതെന്ന് പറയുമ്പോൾ എനിക്ക് അതിനോട് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഈ സിൽക്കിക്കാകെ ദേഷ്യം വന്ന് അതെന്തായിട്ട് നിനക്ക് വരാനായിട്ട് പറ്റാത്തതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എണീക്കുന്ന സമയത്ത്
അവളുടെ കൈ തട്ടിയിട്ട് ഈ പ്രൊഡ്യൂസറിൻ്റെ മൂക്കിൽ കയറി കൊള്ളുന്നുണ്ടായിരുന്നു. അവിടെ പിന്നെ ഒരു ചെറിയ രീതിയിലൊരു സംഘർഷം നടക്കുന്നുണ്ടായിരുന്നു. ആ കറക്റ്റ് സമയം അവിടേക്ക് നമ്മുടെ ഹീറോ കയറി വരുമ്പോഴത്തേക്കും അവിടെ എന്തോ ഒരു പ്രശ്നം നടക്കുന്നത് മനസ്സിലായപ്പോൾ താന് കയറി പോയിട്ട് അവിടെ അത് ചോദിച്ച് അടുത്ത വലിയ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനായിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്തിരുന്നാലും എനിക്ക് അങ്ങോട്ടേക്ക് ഇൻ്റർവ്യൂവിന് വരാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഈ റെഡ് സിൽക്കിയില്ലേ, അവൾ പെട്ടെന്ന് ഹീറോയെ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും അവൾക്ക് എന്തോ ഒരു കാര്യം ഇങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ടായിരുന്നു. എന്തായാലും അവരവിടെ നിന്നെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഹീറോ പിന്നെ അവളുടെ ഷോപ്പിന് ഫ്രണ്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഹീറോനെ ശ്രദ്ധിക്കുന്നുണ്ട്. അയ്യോ, അവന് നന്നായിട്ട് വിശക്കുന്നുണ്ടാവും, കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഇവിടെ കയറി വന്നത്. എന്തായാലും അവന് ഫുഡ് ഉണ്ടാക്കി വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ ഫുഡൊക്കെ ഉണ്ടാക്കി നേരെ വീട്ടിലേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു. ഡോർ തട്ടുമ്പോൾ ആരും ഒന്നും തുറക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവളത് ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറി വരുന്ന സമയത്ത് ആ വീട് മുഴുവൻ ഇന്നർ വേഴ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുമായിരുന്നു. ഹീറോ ആണെങ്കിൽ എന്തോ കുളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അവനൊരു ടവലും ചുറ്റിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ ഹീറോയിനെ കാണുന്നുണ്ടായിരുന്നത്. നീ എന്തിനാ ഇപ്പോൾ ഇവിടേക്ക് കയറി വന്നത്? അയ്യോ, ഞാൻ നിങ്ങൾക്ക് ഫുഡുമായിട്ട് വന്നത്, പക്ഷേ ഈ വീടിനകത്ത് എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക രോഗം ഉണ്ടോ എന്ന് പറഞ്ഞ് ഇവിടെ പിന്നെയും ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇവൻ്റെ ആ ഓഫീസിൽ ഒരു കാർഡ് എടുത്ത് കൊടുക്കുന്നുണ്ട്, ഞാൻ ഇന്നർവെയർ കമ്പനിയുടെ CEO ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോഴായിരുന്നു അവർക്ക് ഇതെല്ലാം വിശ്വാസം വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തിനാ ഈ രാവിലെ ഒരു ഡ്രസ്സ്, ഈവനിങ് ആകുമ്പോൾ വേറൊരു ഡ്രസ്സ് ഇട്ട് നടക്കുന്നത്? അത് വേറൊന്നുമല്ല, കമ്പനിയുടെ ആവശ്യമായിട്ട് കോട്ട് തന്നെ ഇടണമല്ലോ. പക്ഷേ എൻ്റെ കംഫർട്ട് ഡ്രസ്സല്ലേ എനിക്ക് ധരിക്കാനായിട്ട് പറ്റുള്ളൂ. എൻ്റെ കംഫർട്ട് ഡ്രസ്സ് ഇതാ, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇടുന്നത്. ഓക്കെ, ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ ഫുഡ് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഇവിടെ ഈ പ്രൊഡ്യൂസറും ആ സിൽക്കിയും കൂടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ആ പ്രോഗ്രാമിന് എങ്ങനെയെങ്കിലും അവളെ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. പക്ഷെ അവൾ എങ്ങനെ കൊണ്ടുവരും? നീയാ ഇന്നലെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത്, അപ്പം നീ തന്നെ പോയി കൊണ്ടുവരണം, ഇല്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നു പറയുമ്പോഴത്തേക്കുമായിരുന്നു ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ കമ്പനിയിൽ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്ന ഒരു നല്ലൊരു പെൺകുട്ടിയായിരുന്നു. വർക്ക് ഓരോന്നും കൊടുത്തു കഴിഞ്ഞാൽ അവളത് എത്രത്തോളം പെർഫെക്റ്റ് ആക്കാൻ പറ്റുമോ അത്രത്തോളം പെർഫെക്റ്റ് ആക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇവളെ ഏതോ ഒരു ടീം മെമ്പറായിട്ട് തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയാണെങ്കിൽ ആ സിൽക്കി ആണെങ്കിൽ മനഃപൂർവ്വം ഇവളാൾ ശരിയല്ല എന്നും ഇവളൊരു കോഴി ടൈപ്പാണ്, എവിടെ പോയിരുന്നാലും കുറേ ചെക്കന്മാരുമായിട്ട് ഇവൾ കമ്പനി അടിക്കും, എന്നിട്ട് അവരെയൊക്കെ ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്ത് നടക്കും. അങ്ങനെ ഒരു പെൺകുട്ടിയെ കമ്പനിയിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന ഒരിക്കലും ശരിയാകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെക്കുറിച്ച് കുറേ കുറ്റങ്ങളില്ലാത്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പേരിൽ അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും നമ്മുടെ ഹീറോയിനെ വല്ലാണ്ട് രീതിയിലൊക്കെയായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സഹിയിട്ട് തന്നെയായിരുന്നു ഹീറോയിൻ ആ കമ്പനിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പ്രൊഡ്യൂസർ എങ്ങനെയെങ്കിലും അവളെ ഇവിടെ ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് കൊണ്ടുവരണമെന്ന് പറയുമ്പോഴത്തേക്കും ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇന്നലെ നമ്മൾ അവിടെ ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് ഒരു രാത്രി കൂളിളാക്കസ വെച്ചിട്ട് ഒരു ചെക്കൻ കയറി വന്നിട്ടുണ്ടായിരുന്നില്ലേ, അയാളെ എനിക്ക് അപ്പം കണ്ടപ്പോൾ എവിടെയോ കണ്ടതായിട്ടൊരു ചെറിയ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ന്യൂസ് പേപ്പർ എടുത്ത് കൊടുത്തിട്ട് ഹീറോ ഇങ്ങനെ കോട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു പടം കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവനെ എങ്ങനെയെങ്കിലും ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയ അവളെ നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. എന്തായാലും അതിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റുന്നുള്ളൂ പറഞ്ഞിട്ട് ഇവരും എന്തൊക്കെയോ പ്ലാൻ ഇടുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഈ പ്രൊഡ്യൂസർ പറയുന്നുണ്ട്, നിനക്കതിൽ രണ്ടുപേരെയും കൊണ്ടുവരാനായിട്ട് പറ്റിയില്ലെങ്കിൽ ആരെങ്കിലും ഒരാളെങ്കിലും കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ അവൾ പിറ്റേ ദിവസം മുതൽ ഇവർ രണ്ടുപേരെയും കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയും അസിസ്റ്റന്റും ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് ഇവൾ പോകുന്നുണ്ട്. പോയിട്ട് വെയിറ്റർ പെൺകുട്ടിയോട് പറയുന്നുണ്ട്, ആ ഇരിക്കുന്ന സാറിനോട് പറയാവോ, എനിക്ക് സാറിനോടൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ മീഡിയയിലാണ് വർക്ക് ചെയ്യുന്നതെന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. ആ വെയിറ്റർ പെൺകുട്ടിയാണെങ്കിൽ നേരെ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട്, സാർ ആ പെൺകുട്ടിക്ക് നിങ്ങളോട് എന്തോ സംസാരിക്കാനുണ്ടെന്നാ മീഡിയയിൽ നിന്ന് വന്നാന്ന് പറയുമ്പോൾ ഹീറോയ്ക്ക് മീഡിയയിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ വെച്ച് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഫോളോ ചെയ്ത് നടക്കുന്നുള്ളത് മനസ്സിലായിട്ട് എന്തായാലും പോയി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഹീറോ നേരെ അവളുടെ അടുത്തേക്ക് എണീറ്റ് പോകുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഈ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഇവർ നമ്മൾ എന്താ സംസാരിക്കുന്ന അറിയാതെ ഒരു സമാധാനമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ടോമാഞ്ചറൊക്കെ ഇങ്ങനെ ചുമ്മാ ഓരോന്നൊക്കെ കാണിക്ക് കൂട്ടിന് ഇവൻ എനിക്ക് കോട്ടൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ഒരു പക്വതയും കാണിക്കാതെ കുട്ടി മറിഞ്ഞൊക്കെ സോഫയിൽ ചെന്നിട്ട് നിന്നെ ഒളിച്ചെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഇവൻ ഇവിടെ ഇരുന്ന് ചെയ്യുന്ന ഓരോ കോപ്രായങ്ങൾ ഈ വെയിറ്റർ പെൺകുട്ടി കാണുമ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ചിരി വരുന്നുണ്ടായിരുന്നു. സാർ, ഞാൻ നിങ്ങളെ കാണാനായിട്ട് വന്നത് വേറൊന്നിനുമല്ല. ഞങ്ങൾ പുതിയൊരു ഷോ ആരംഭിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ ഞങ്ങളെ ഒരു ഗസ്റ്റായിട്ട് വരണം, ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടാണ്. സാറിന് വിരോധമില്ലെങ്കിൽ നമുക്ക് നാളെ തന്നെ അത് എടുക്കാമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വരാനായിട്ട് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. സാർ, അങ്ങനെ പറയരുത്, ഞങ്ങൾ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു ഷോയാണ്. സാറിനെ പോലെ ഒരാളെ കൊണ്ടുവരികയാണെങ്കിൽ അത് ഞങ്ങളുടെ ഷോയ്ക്ക് ഭയങ്കര ഒരു സക്സസ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഞാൻ ഒരു തവണ പറഞ്ഞല്ലോ എനിക്ക് വരാനായിട്ട് താല്പര്യമില്ല എന്ന്, പിന്നെ അതിനെപ്പറ്റി സംസാരിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊന്നുമല്ലോ, ഞാനെന്ന് പൊക്കോട്ടെ എന്ന് പറയുമ്പോൾ സാർ വേറൊരു കാര്യം കൂടെ. സാർ, ഇന്നലെ രാത്രി ഒരു സുഷി ഷോപ്പിൽ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ ഇനി പോകണ്ട കേട്ടോ. അതത്ര നല്ല കടയൊന്നുമല്ല. അത് മാത്രമല്ല, അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടിയല്ല, ആ കടയുടെ ഓണർ, അവൾ മഹാവൃത്തികെട്ട ഒരു പെൺകുട്ടിയാണ്. എവിടെ പോയാലും കുറേ ആമ്പിളേർ ഫ്ലേർട്ട് ചെയ്ത് നടക്കും. സാറിനെപ്പോലെ ഒരു മനുഷ്യനൊക്കെ അവിടെ പോകാമെന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു നാണം കിട്ട പരിപാടി വേറെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിനെ കുറിച്ച് കിട്ടുന്ന അവസരത്തിലൊക്കെ ഇവിടെ ഇല്ലാ കഥകളൊക്കെ ഉണ്ടാക്കി പറയുമായിരുന്നു. ഒരു പരിധിവരെ നമ്മുടെ ഹീറോ ഇത് കേട്ടോണ്ടിരുന്നു. അവസാനം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ പ്രോഗ്രാമിലേക്ക് വരാമെന്ന് വിചാരിച്ചതാണ്,
പക്ഷേ ഇത്രയും വൃത്തികെട്ട രീതികൾ സംസാരിക്കരുത്. നിനക്ക് ആ പെൺകുട്ടിനെ കുറിച്ചിട്ട് എന്തറിയാം? എന്തായാലും നിന്നെക്കാട്ടിലും കാണാൻ നല്ല സുന്ദരി അവള്. ആ ഒരു അസൂയായിരിക്കുമല്ലേ നിന്നെ കൊണ്ട് ഇത്രയൊക്കെ പറയിപ്പിച്ചത്. ഇത് നോക്കിയേ, മേലിൽ ഇനി അവളുടെ കടയുടെ പരിസരത്തോ അത് ഇനി എൻ്റെ ഓഫീസിൻ്റെ പരിസരത്തോ നിന്നെയോ നിൻ്റെ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരൊറ്റ ആൾക്കാരെ കണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ടായിരുന്നു. ഇവൾക്കാണെങ്കിൽ അവളുടെ ദേഷ്യം ഇങ്ങനെ കൂടി വരുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഹീറോയിൻ ഇപ്പോൾ അവളെ യാതൊരു രീതിയിൽ ശല്യം ചെയ്യാനായിട്ട് പോകാറില്ല. പക്ഷേ ഇവളിങ്ങനെ അവളുടെ പുറകെ നടന്ന് ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഇപ്പം കിട്ടിയ ഈ ഒരു കളിയിൽ നേരെ അത് ഹീറോയിൻ അടുത്ത് പോയി തീർക്കുന്നുണ്ടായിരുന്നു. ദേ, നീ എന്തെങ്കിലും ചെയ്തിട്ട് ആ പയ്യനെ ഞങ്ങളുടെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം നിനക്ക് അറിയാലോ ചോദിക്കുമ്പോൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത്രയും നാൾ നീ ചെയ്യുന്നതെല്ലാം ഞാൻ കൈയും കിട്ടി നോക്കി നിന്നിട്ടേ ഉള്ളൂ. പക്ഷേ ഇനി വെറുതെ ഇരിക്കുന്ന എൻ്റെ മെക്കിട്ടുകാരൻ എങ്ങാനും വന്ന് അതിനെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ തിരിച്ച് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിൻ പണ്ട് ആ മീഡിയയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അവിടെ ഒരു കമ്പനി CEO ആയിട്ട് നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾക്ക് ഹീറോയിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. വേറെ മോശമായിട്ടുള്ള രീതിയിലൊന്നുമല്ല, അവൾ ചെയ്യുന്ന വർക്കെല്ലാം അത്രയും പെർഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അതൊക്കെ ഇവൾക്ക് ഭയങ്കര ഒരു ദേഷ്യമായിരുന്നു. അതിൻ്റെ പേരിൽ തന്നെ ഇവളായിട്ട് കുറച്ച് ആൾക്കാരെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവർ തമ്മിൽ എന്തോ മോശമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് റൂമേഴ്സ് പരത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പേരിൽ ഹീറോയിനെ ഈ ഓഫീസിൽ നിന്ന് പിരിച്ചു വിടുന്നതുകൊണ്ട് അയാളെ സ്ഥലം മാറ്റുന്നുണ്ടായിരുന്നു. ഈ പെങ്കൊച്ചാണെങ്കിൽ പിന്നെയും നീ എന്ത് ചെയ്യുന്ന പറയുന്നത്? എൻ്റെ രോമത്തിൽ തൊടാൻ പോലും നിന്നെക്കൊണ്ട് പറ്റത്തില്ലെന്ന് പറയുമ്പോൾ എൻ്റെ കടയിൽ നിന്ന് ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ചിറക്കി വിട്ടിട്ട് കട അങ്ങ് ക്ലോസ് ചെയ്യുന്നുണ്ടായിരുന്നു. ദേ, നീ അവനെ എങ്ങനെയെങ്കിലും എൻ്റെ പ്രോഗ്രാമിൽ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഹീറോയിനൊക്കെ സങ്കടം വന്നിട്ട് നേരെ റൂമിൽ വന്നിരുന്ന് അവളുടെ ജീവിതം തന്നെ എന്താവുമെന്ന് മനസ്സിലാകാതെ ഈ ജോത്സ്യൻ കാർഡൊക്കെ നിരത്തി വെച്ചിട്ട് അവളുടെ കാര്യങ്ങൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതം ഒരിക്കലും ശരിയായിട്ട് പോകത്തില്ലല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് പറയുന്ന സമയത്ത് അടുത്ത റൂമിലിരുന്ന് ഹീറോ ഇങ്ങനെ ചുവരിലിരുന്ന് തട്ടുന്നുണ്ടായിരുന്നു. ഓ, ഈ കൺസ്ട്രക്ഷൻ പണി ഇതുവരെ തീർന്നില്ലെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇത് കൺസ്ട്രക്ഷൻ പണിയൊന്നുമല്ല, കുറേ നാളുകൊണ്ട് ഞാൻ ഈ അടുത്ത റൂമിലിരുന്ന് തട്ടിക്കൊണ്ടിരിക്കുന്നു പറയുന്നുണ്ടായിരുന്നു. അയ്യോ, അപ്പോൾ ഞാൻ ഇത്രയും നാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് നന്നായിട്ട് കേൾക്കാമായിരുന്നു. പിന്നെ ഇല്ലേ, കുറേയൊക്കെ കഴിയുമ്പോഴത്തേക്കും ബോറടിക്കാറുണ്ടെങ്കിലും നല്ല അടിപൊളി കഥകളായി വന്നുകൊണ്ടിരിക്കുന്നത് പറയുന്നുണ്ടായിരുന്നു. അവൾക്ക് ചമ്മലാണോ എന്താണോ തോന്നുന്നു അറിയത്തില്ല. കാരണം അവളുടെ കാര്യങ്ങൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്കിരുന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ അവൻ കേൾക്കുന്നുണ്ടെന്നുള്ള അവൾക്ക് നല്ലതായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവരങ്ങനെ ഒരു ചുവരിൻ്റെ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് അന്നേ ദിവസം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അന്ന് രാത്രി അവർ ശരിക്കും ഉറങ്ങിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം നമ്മുടെ ഹീറോയുടെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ആ ഹോട്ടലുണ്ടായിരുന്ന വെയിറ്റർ പെൺകുട്ടിയെ കാണാനായിട്ട് വരുന്നുണ്ട്. അവൻ അന്ന് വന്ന സമയത്തെ ഇവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവനെ നോക്കി ചിരിക്കുന്നവൻ കാണുന്നുണ്ടായിരുന്നു. എന്തായാലും അവൾ ഒന്നുകൂടെ കണ്ടൊന്ന് സംസാരിക്കാനുള്ള ആഗ്രഹത്തിൽ അവൻ നേരെ ഹോട്ടലിലേക്ക് വന്നിട്ട് അവളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു പെട്ടെന്ന് ഹീറോനോട് ചോദിച്ചാൽ തൻ്റെ ജീവിതം ഇനി എന്താണെന്നുള്ളത് അറിയാൻ പറ്റുമല്ലോ, അവളോട് തന്നെ പോയി ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അപ്പം തന്നെ ഇറങ്ങി ഓടുന്നുണ്ടായിരുന്നു. ഓടി വരുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ഹീറോനാണെങ്കിൽ ഷോപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഗ്രോസറി ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ട് നടന്നു വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ തറയെ വീണ് പോകുന്നുണ്ടായിരുന്നു. ഒരു പയ്യൻ വന്ന് അതൊക്കെ എടുത്ത് കൊടുത്തോണ്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ഓടി അസിസ്റ്റന്റ് വരുന്നുണ്ട്. ചേച്ചി എനിക്കും കിട്ടി, ഒരു പെൺകുട്ടി എനിക്കും കിട്ടി. ഞാൻ ഇന്നലെ സാറുമായിട്ട് ഒരു ഹോട്ടലിൽ പോയപ്പോഴത്തേക്കും അവിടെ ഒരു വെയിറ്റർ പെൺകുട്ടി കുറേ നേരം കൊണ്ട് എന്നെ നോക്കി ചിരിക്കുന്ന കണ്ടു. ഇന്ന് ഞാൻ അവളെ കണ്ട് സംസാരിക്കാനായിട്ട് പോയിരുന്നു. അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താവും എൻ്റെ ലൈഫ് എന്നുള്ളത് എനിക്കൊന്നും ചോദിച്ചു നോക്കി പറഞ്ഞുതരാമെന്ന് ചോദിക്കുമ്പോൾ നീ ഒന്ന് അടങ്ങ്, ഞാൻ പറഞ്ഞുതരാം. ഇത് ഇപ്പം ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഷോപ്പിൽ കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇതെല്ലാം കൊണ്ട് നേരെ ഷോപ്പിലേക്ക് വരുന്നുണ്ടായിരുന്നു. വരുന്ന സമയത്ത് ആ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാണുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഇത്ര രാവിലെ ഇത്രയും കസ്റ്റമേഴ്സ് വന്നോ, വാ വേഗം വാ, നല്ല തിരക്കുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് നിൽക്ക് പോകാനായിട്ട് വരണ്ട, ഇത് കസ്റ്റമേഴ്സ് അല്ലാന്ന് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ട് ഇതിൽ എന്തോ പ്രശ്നമുള്ളത് പോലെയാണ്. നമുക്ക് ഇവിടെ നിന്ന് പതുക്കെ നോക്കിയിട്ട് കുറച്ച് കഴിഞ്ഞ് ഇവിടേക്ക് വരണത് നല്ലതെന്ന് പറയുന്നുണ്ടായിരുന്നു. സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് ഇപ്പം നമ്മുടെ ഈ അസിസ്റ്റൻറ്റും ഹീറോയിനും നേരെ ഹീറോയുടെ ഓഫീസിലേക്ക് വരുന്നുണ്ടായിരുന്നു. അല്ല, എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് വന്നത്? കാര്യം എന്താണെന്ന് പറയുമ്പോൾ അതൊരു വലിയ നീണ്ട കഥയാണ്. ഇന്ന് രാവിലെ എണീറ്റ സമയത്ത് എനിക്ക് ആ വെയിറ്റർ പെൺകുട്ടിയൊന്ന് കാണുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ ആ ഹോട്ടലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നുമണ്ട, ഞാൻ അതേ പറ്റിയിട്ടാണോ നിന്നോട് ചോദിച്ചത്? ഇവളെയും കൂട്ടിയിട്ട് ഇവിടേക്ക് വന്നത് എന്തിനാന്നല്ലേ ഞാൻ ചോദിച്ചത്? അപ്പോൾ പിന്നെ നീ നിന്റെ കഥ പറഞ്ഞുകൊണ്ടിരുന്നു പറയുമ്പോൾ അങ്ങനെയൊന്നും പറയരുത്. എനിക്ക് കഥ ആദ്യം മുതൽ പറഞ്ഞാലേ എല്ലാം ഓർമ്മിച്ച് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഈ ഇടയ്ക്ക് തന്നെ ഡിസ്റ്റർബ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവൻ പിന്നെയും പറയുന്നുണ്ട്. അങ്ങനെ എൻ്റെ ലവ് സ്റ്റോറി എന്താവുമെന്ന് അറിയാനായിട്ട് ചേച്ചിയോട് ചോദിച്ച് അറിയാമെന്ന് പറഞ്ഞിട്ട് നേരെ ഓടി വരികയായിരുന്നു. വന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ചേച്ചിയുടെ കൂടെ ഒരു പയ്യൻ നിൽക്കുന്നുണ്ടായിരുന്നു. വെയിറ്റ് പിന്നെ കഥ ഡൈവേർട്ടായിട്ട് അവളുടെ കൂടെ ആ പയ്യനാരെന്ന് പറഞ്ഞ് ഹീറോ ചോദിക്കുന്നുണ്ടായിരുന്നു. അതെനിക്കെങ്ങനെ അറിയാം? എൻ്റെ പൊന്നു മണ്ടന്മാര്, അത് വേറെ ആരുമല്ല, എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് വെജിറ്റബിൾസ് അറിയ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അത് വഴിയെ കൂടെ പോയി ഒരു ചെക്കൻ എടുത്തു തന്നത്, അത് ഇവൻ കണ്ടതെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണോ? എങ്കിൽ പിന്നെ ബാക്കി കഥ പോരട്ടെ എന്ന് പറഞ്ഞ് ഹീറോ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ നേരെ ഷോപ്പിലേക്ക് പോയ സമയത്ത് അവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ചേച്ചി ആദ്യം കസ്റ്റമേഴ്സാണെന്ന് വിചാരിച്ചത്. പിന്നെ അതിലെന്തോ ഡൗട്ട് തോന്നിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് എല്ലാവരും ഓടി വന്നിട്ട് മാഡം നിങ്ങളാണോ ഒരു 7 കൊല്ലം മുന്നേ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത സമയത്ത് ഒരു കമ്പനിയുടെ CEO ആയിട്ട് ഇഷ്ടത്തിലായിരുന്നത്? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ ഇപ്പോൾ പറയാനുള്ളത്? നിങ്ങൾ എങ്ങനെ ബ്രേക്കപ്പ് ആയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഹലോ ദൈവം, നിങ്ങൾ ഇങ്ങനെയൊന്നും പറയരുത്, എനിക്ക് അയാൾ ആരാന്ന് അറിയത്തില്ല, ഇനി എന്നെ ശല്യം ചെയ്യാനാണ് നിൽക്കുന്നെങ്കിൽ ഞാൻ പോലീസിൽ അറിയിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എങ്ങനെ അവിടെ നിന്ന് മുങ്ങി പോരുന്നതായിരുന്നു. ആ സമയത്ത് ഇവൾ നേരത്തെ വർക്ക് ചെയ്തിരുന്ന മീഡിയയിലൊരു പരിചയക്കാരി പെൺകുട്ടി അവൾക്ക് ഇപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ കോൺടാക്റ്റിൽ. അവൾ മെസ്സേജ് ആയിട്ട് പറയുന്നുണ്ട്, ചേച്ചി നിങ്ങളെക്കുറിച്ച് ഇങ്ങനത്തെ റൂമേഴ്സ് എല്ലാം എഴുതി പരത്തിയത് അവൾ ഒറ്റ ഒരുത്തിയെന്ന് പറയുന്നുണ്ടായിരുന്നു.
അതുകൂടെ കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇതുവരെ ഞാൻ ക്ഷമിച്ചു, ഇനി എനിക്കിത് കേട്ടോണ്ടിരിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുന്നുണ്ട്. പിറ്റേ ദിവസം നമ്മുടെ ഹീറോയിന് ഒരു ബക്കറ്റുമായിട്ട് നേരെ ആ കമ്പനിയുടെ ഫ്രണ്ട് പോയി നിന്നിട്ട് അവൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് ആ ബക്കറ്റ് തുറന്ന് ഒരു നീരാളി അവളെ ദേഹത്തേക്ക് എടുത്ത് എറിയുന്നുണ്ടായിരുന്നു. ചീന ഇതെന്തേ കാണിക്കുന്ന പറഞ്ഞ് ചോദിക്കുമ്പോൾ, പിന്നെ നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്ക് ഇങ്ങനെയല്ല ഞാൻ തിരിച്ചത് പകരം ചെയ്യേണ്ടത്, പിന്നെ ഇതിലൊതുക്കിയത് എൻ്റെ മാന്യതയായിട്ട് നീ കൂട്ടിയാമെന്ന് പറയുമ്പോൾ, ദേ ഞാനിത് പോലീസിനെ അറിയിക്കും, നീ അറിയിക്കടി, നീ അറിയിച്ചാൽ എനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതല്ല ഇനി എൻ്റെ പുറകെ നടന്ന് എന്നെ എങ്ങാനും ശല്യം ചെയ്യാനാണ് നീ വിചാരിക്കുന്നെങ്കിൽ നിന്നെ ഞാൻ വെച്ചേക്കത്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇവള് പിന്നെയും ഇവളീ പറയുന്നത് വിശ്വസിക്കരുത്, ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഈ സിലിക്ക് ഒരു ചെറിയൊരു ഞരമ്പത്തിയാണെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന ആരും ഇത് വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇനി ഇതിനപ്പുറം എന്നെ ശല്യം ചെയ്യരുതെന്നും നിനക്ക് മുന്നേ ഞാൻ തന്നെ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഹീറോയിൻ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്നിരുന്ന ഷോപ്പിൽ നൈറ്റ് നമ്മുടെ അസിസ്റ്റന്റിനോടും ഹീറോയോടും ഈ കഥകളൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് മദ്യപിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ചിരി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുടിച്ച് ഫിറ്റായിട്ട് അസിസ്റ്റന്റ് അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ എപ്പോഴെങ്കിലും ഒന്നിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരുടെ കൈ ഇങ്ങനെ ഒരുമിച്ചെടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ അവരങ്ങനെ കൈ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ കൈ അങ്ങ് വിടുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഹീറോ ഞാനെന്നാ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവനവിടെ നിന്ന് പോയുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ നടന്നു പോകുന്നുണ്ടെങ്കിലും ഭയങ്കര ഒരു നാണമാണോ എന്താണോ അവന് തോന്നുന്നത് അറിയത്തില്ലായിരുന്നു. അങ്ങനെ നടന്ന് പോകുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ ഷോപ്പൊക്കെ പൂട്ടിയിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് അവളുടെ പഴയ കാമുകൻ വരുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ദിവസമായിട്ട് കാണുമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. നിനക്ക് ഇഷ്ടമുള്ള ഫുഡുമായിട്ട് ഞാൻ കൊണ്ടുവന്ന് പറയുമ്പോൾ, എടാ പൊട്ട, 7 കൊല്ലം മുന്നേ ഈ ഫുഡൊക്കെ ഞാൻ എത്രയോ വെറുത്ത് കഴിഞ്ഞു, ഇപ്പം നീ എന്തിനാ എന്നെ കാണാനായിട്ട് ഇവിടെ വന്നത്? നിനക്ക് എന്നെ കാണുമ്പോൾ സങ്കടമൊന്നും തോന്നില്ലേ? ഞാൻ അന്ന് നിന്നെ കണ്ടപ്പോൾ ഒന്നും സംസാരിക്കാനായിട്ട് പറ്റിയില്ല, അതുകൊണ്ടാണ് ഇപ്പം നിന്നെ കാണാനായിട്ട് വന്നത്. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടതെന്ന് പറയുമ്പോൾ എനിക്കൊന്നും സംസാരിക്കാനായിട്ടില്ല, ദയവേ നിന്നൊന്ന് പോയി തരാവോ? അതെന്താ നീ ഇപ്പം അങ്ങനെ പറയുന്നത്? ഞാൻ മനഃപൂർവ്വമല്ല ഒന്നും ചെയ്തത്, നീ മനഃപൂർവ്വം എന്തെങ്കിലും ചെയ്തെന്ന് ഞാൻ പറഞ്ഞു. പ്ലീസ്, എനിക്കൊന്നും നിന്നോട് സംസാരിക്കാനായിട്ടില്ല. ഷോപ്പ് പൂട്ടി, എനിക്ക് നാളെ രാവിലെ ഇവിടേക്ക് വരാനുള്ളതാ, ഇപ്പം തന്നെ ലേറ്റ് ആയെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ ഇവക്കിത് എന്ത് പറ്റി? അന്ന് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമുള്ളതായിട്ടാണ് തോന്നിയത്. പക്ഷെ ഇത്ര പെട്ടെന്ന് അവളുടെ വിഷമമൊക്കെ മാറിയോ? എന്തോ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് അവനങ്ങ് നടന്ന് പോകുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം നമ്മുടെ ഹീറോയുടെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ മേടിച്ച് നേരെ ആ ഹോട്ടലിലേക്ക് വരുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ കാണാം. വരുമ്പോഴത്തേക്കാണോ അറിയുന്നത് അവൾ ഇവിടുത്തെ ജോലി മതിയാക്കി പോയെന്ന്. അവനത് വിശ്വസിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൾ ജോലി മതിയാക്കി പോയോ? എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അവൾ വേറെ എവിടേക്കാണ് പോയെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ചെക്കനോട് ചോദിക്കുമ്പോൾ, എടാ അവൾ നമ്മുടെ കമ്പനിയിലേക്ക് തന്നെയാണ് വരുന്നതെന്ന് പറയാനായിട്ട് വരുന്നതിന് മുന്നേ തന്നെ അവൻ ഈ സ്വീറ്റ്സും കൊണ്ട് നേരെ ടെറസിലേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഞാൻ ഏത് പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നാലും ഒരിക്കലും ദൈവം എനിക്ക് അവളെ തരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്തൊക്കെയോ പിറുപിറുത്തോണ്ടിരുന്ന് വിളിച്ചു പോകുന്നുണ്ടായിരുന്നു. എന്തിനാണ് ദൈവമേ നിന്നോട് ഇങ്ങനെ കാണിക്കുന്നതൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവിടേക്ക് കുറച്ച് മുന്നേ ഇവൻ്റെ കൂടെ നിന്ന ചെക്കനില്ലേ, അവൻ കുറച്ച് ടീം മെമ്പേഴ്സിനൊക്കെ വിളിച്ചുകൊണ്ട് നേരെ മേളിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഈ പെങ്കൊച്ചും ഉണ്ടായിരുന്നു. അവളിപ്പോൾ നമ്മുടെ കമ്പനിയിൽ പുതുതായിട്ട് ജോയിൻ ചെയ്തായിട്ട് വന്നു എന്ന് പറയുന്നതിന് മുന്നേ തന്നെ ഇവൻ കയറി ഇങ്ങ് വന്നിട്ടുണ്ടായിരുന്നു. ഇവനോട് വന്ന് ഇങ്ങനെ അലറി കൂന്ന് കേൾക്കുമ്പോൾ ഇവർക്കാകെ ചിരി വരുന്നുണ്ടായിരുന്നു. ഈ പെങ്കൊച്ചും ഇനി അവനോട് ഇപ്പം സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹീറോ ആണെങ്കിൽ നേരെ ഹീറോയിൻ്റെ കടയിൽ സുഷി കഴിക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് അവനുള്ള ഫുഡ് അവളെടുത്ത് ടേബിളിൽ വെക്കുന്ന സമയത്ത് അവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചിട്ട് നീ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഇങ്ങനെ ഒരു സ്നേഹത്തോടെ അവളുടെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അവൾ ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര നാണത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി ഇവർ പിന്നെയും ഈ ചുവരിൻ്റെ അപ്പുറം ഇപ്പുറം ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ സംസാരിച്ച ശേഷം ഹീറോയിൻ പറയുന്നുണ്ട്, നാളെ ഞാൻ കട ഓപ്പൺ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ മാഡത്തിന് നാളെ വേറെ പ്രോഗ്രാംസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ നാളെ ഫ്രീ ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഇവൻ അങ്ങനെയാണെങ്കിൽ നാളെ നീ എൻ്റെ ഒപ്പം ഡേറ്റിങ്ങിന് വരാമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ ഇത് കേൾക്കാനായിട്ട് കാത്തിരിക്കുമായിരുന്നു. അപ്പം തന്നെ ഇവള് ഞാൻ വരാം, കുറേ നാളായി ഞാനിത് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു പറയുമ്പോൾ അപ്പുറത്തുനിന്ന് ഒരു സൗണ്ടും വരുന്നുണ്ടായിരുന്നില്ല. നീ പോയോ? അതെന്താ ഇത്ര പെട്ടെന്ന് നീ ഉറങ്ങിയെന്ന് ചോദിക്കുമ്പോൾ തന്നെ ഇവളുടെ ഡോറിൽ ഒരു തട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഹീറോ ആയിരുന്നു കേട്ടോ. അവൻ അപ്പം തന്നെ ഇവളോട് ആ ഇഷ്ടം തുറന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവളും ആ ഇഷ്ടം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇവരുടെ ഒരു കിസ്സിങ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഹീറോയിനെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം ഇവിടെ നമ്മുടെ ഹീറോയുടെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ കരഞ്ഞോണ്ട് നടക്കുമായിരുന്നു. ഇപ്പോൾ ആ പെങ്കൊച്ചി ഈ കമ്പനിയിൽ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഒരാഴ്ച ആയിട്ടുണ്ടായിരുന്നു. ഇവൾ ഈ ഹോട്ടലിൽ നിന്ന് പോയെന്ന് അറിഞ്ഞത് തൊട്ടേ ഇവൻ ഈ കമ്പനിയിൽ ആരോടും മിണ്ടത്തില്ലായിരുന്നു. അതുമാത്രമല്ല ആരുടെയും മുഖത്ത് പോലും നോക്കാതെ കുനിഞ്ഞായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു. അവസാനം എങ്ങനെയെങ്കിലും ഇന്ന് തന്നെ ഇവളെ കാണിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട്, എടാ പൊന്നു മണ്ട, നീ ഒന്ന് കണ്ണ് തുറന്ന് അവളുടെ മുഖത്തേക്ക് നോക്കുമെന്ന് പറയുമ്പോഴായിരുന്നു അവൻ ഇവളെ കാണുന്നുണ്ടായിരുന്നത്. ഇവളെങ്ങനെ ഈ കമ്പനിയിൽ ഇവൾ ഒരാഴ്ച ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് നീ ഇങ്ങനെ സങ്കടം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അവളെ എങ്ങനെ കാണുമെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ ഇവളെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ വായും തുറന്നിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും അവൻ്റെ ഉള്ളിൽ ഒരു വിഷമം എന്താണെന്ന് പറഞ്ഞാൽ അവൻ്റെ ലൈഫിൽ ഈ ലവ് ഒന്നും ഒരിക്കലും സക്സസ് ആകത്തില്ലായിരുന്നു. എപ്പോഴും ഇവൻ്റെ കൂടെ കൂടുന്ന ഈ പെമ്പിളരെല്ലാവരും ഇവൻ്റെ പൈസ ആഗ്രഹിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കുറേ ദിവസം ഇവൻ്റെ പൈസ ഇങ്ങനെ മോഷ്ടിച്ചെടുക്കാൻ വേണ്ടി കൂടെ
കൂടെ നടക്കും. അത് കഴിഞ്ഞ് ബ്രേക്കപ്പ് ചെയ്തിട്ട് അങ്ങ് പോവുകയും ചെയ്യും. കുറച്ച് പെൺകുട്ടികളാണെങ്കിൽ എന്തോ അസുഖമാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പൈസ ഇവരെ മുക്കിയിട്ട് വേറെ പയ്യന്മാരായിട്ട് ഇഷ്ടത്തിലായിട്ട് പോയിട്ടുമുണ്ട്. അങ്ങനെ ഇതെന്താവും എന്നുള്ളത് അവൻ അറിയത്തില്ലായിരുന്നു. അതിൻ്റെ ഒരു ടെൻഷൻ്റെ പുറത്ത് തന്നെ എന്തായാലും ഇതേ പറ്റിയിട്ട് ചേച്ചിയോട് ചോദിച്ച് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞ നേരെ ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇതിലും എന്തോ ഒരു മണിപ്രശ്നം വരും എന്നുള്ള കാര്യം ഇവൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ചേച്ചി അവളെ കാണാൻ നല്ലൊരു പെൺകുട്ടിയായിട്ടാണ് തോന്നുന്നത്, എപ്പോൾ കണ്ടാലും നല്ല രീതിയിൽ എന്നോട് ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഇത് കേൾക്കുമ്പോൾ പേടിയും തോന്നുന്നു പറയുമ്പോഴായിരുന്നു സമയം രാത്രി 11 മണി ആയിട്ടുണ്ടായിരുന്നു. ഹീറോ ആണെങ്കിൽ ഇവൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. എടാ പൊട്ട, ഒന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടാവും, നീ പോയിട്ട് വേണം, എനിക്ക് അവളോടൊന്ന് സംസാരിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. നിനക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പേരിൽ അടുത്ത മാസം ഞാൻ കുറച്ച് സാലറി കൂട്ടി കൂടെ തരാമെന്ന് പറയുമ്പോഴത്തേക്കും എങ്കിൽ ചേച്ചി ഞാൻ പോട്ടെ, നിങ്ങളുടെ ലവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ ഹീറോയിനും ഫുൾ ഹാപ്പി മൂഡിലായിരുന്നു കേട്ടോ. അവർ ഫുള്ള് അവരുടെ പ്രണയ നിമിഷങ്ങൾ ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഇവരുടെ ഈ സുഷി കട ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ സിൽക്കിയും ആ പയ്യനും വന്ന് ഈ കടയുടെ ഫ്രണ്ട് വന്ന് നിൽക്കുന്നുണ്ട്. ഇവർ എന്തോ എൻഗേജ്മെന്റ് കഴിഞ്ഞെന്ന് തോന്നുന്നു. അതിന് റിങ്ങൊക്കെ ഇവിടെ ഒന്ന് കാണിച്ച് ഷോ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റിങ്ങിൽ നോക്കി നിൽക്കുമ്പോൾ നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്, ഇതൊന്നും ശരിയല്ല കേട്ടോ, നീ എന്തിനാ അവളുടെ പുറകെ നടന്ന് അവളെ ഇന്ന് ദേഷ്യം പിടിപ്പിക്കാനായിട്ട് നിൽക്കുന്നത്, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, കട തുറക്കാനായിട്ട് ഇപ്പം അവൾ വരും, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പറയുമ്പോൾ ഇതൊന്നും ശരിയല്ല നീ കാണിക്കുന്നത്, അവൾ നിന്നെ എന്തെങ്കിലും രീതിയിൽ ശല്യം ചെയ്യാനായിട്ട് വരുന്നുണ്ടോ, അപ്പോൾ പിന്നെ നീ എന്തിനാ അവളെ ഇങ്ങനെ വിഷമിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പുറകെ നടക്കുന്നത്, നീ എപ്പോഴും എന്തിനാ അവളുടെ കാര്യം നോക്കി നടക്കുന്നത്. ആ വട്ടത്തെക്കുറിച്ച് സംസാരിച്ച് നമ്മളിടയിൽ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാണ്ടെന്ന് പറയുമ്പോൾ വട്ടത്തെയോ നീ എന്തിനാ ഇങ്ങനെ അവളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്, ഇതൊന്നും നീ കാണിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഇവിടെ വഴക്കിടുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല വഴക്കിട്ടിട്ട് അവൻ അവിടെ നിന്ന് ദേഷ്യം വന്ന് പോകുന്നുണ്ട്. ഇവളാണെങ്കിൽ അതിൻ്റെ പുറകെ ഓടിപ്പോകുന്നുണ്ട്. ഇവരുടെ ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ എപ്പോഴത്തെ പോലെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ അസിസ്റ്റന്റ് ആണെങ്കിൽ ആ പെങ്കുച്ച് നിങ്ങൾ എനിക്കൊന്ന് കണ്ട് ഒരു കാര്യം സംസാരിക്കാനായിട്ടുണ്ട്, ടെറസിലേക്ക് വരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഇന്നെങ്ങാനും കറങ്ങാനായിട്ട് പോകുമെന്ന് ചോദിക്കാനായിരിക്കും വിളിച്ചെന്നുള്ള സന്തോഷത്തിൽ നേരെ മേലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അത് നിങ്ങൾ ആ കാശൊന്ന് തിരിച്ചയച്ചു തരണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ പൈസയുടെ കാര്യം മാത്രമേ ഇവിടെ ചെവിയിലേക്ക് വീഴുന്നുള്ളൂ. അതോടെ തന്നെ ഇവളും അങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇവന് ആകെ സങ്കടം വന്ന് നേരെ ആ സുഷി ഷോപ്പിലേക്ക് പോയിട്ട് ഭയങ്കരമായിട്ട് ഇന്ന് കരയുന്നുണ്ടായിരുന്നു. ഹീറോയിന് കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് പോലും പറയുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് അവിടേക്ക് ഹീറോ വന്നിട്ട് നീ ഈ ജോലിയുള്ള സമയത്ത് ഇവിടെ എന്തായി ചെയ്യുന്നത്, അത് എനിക്കിന്ന് ഭയങ്കര സങ്കടമുള്ള ദിവസമാണ്, ഹാഫ് ഡേ എനിക്ക് ലീവ് വേണമെന്ന് പറഞ്ഞ് പിന്നെയും കരഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്കും ഹീറോയിനും ഇവൻ എന്തിനാണ് കരയുന്നതൊന്നും മനസ്സിലാകാൻ നിൽക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം അസിസ്റ്റന്റ് പയ്യനാണെങ്കിൽ നേരെ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് അവിടെ വേറൊരു ചെക്കനും കൂടെ ഉണ്ടല്ലോ ജോലി ചെയ്യുന്ന, അവൻ വന്ന് പറയുന്നുണ്ട് നീ ഇതിൽ എന്ത് പണിയായി കാണിച്ചത്, നിന്നോട് പറഞ്ഞതല്ലേ, അറിയാതെ ഞാൻ പേയ്മെന്റ് ചെയ്തപ്പോഴത്തേക്കും കുറച്ചധികം കാശ് നിന്റെ അക്കൗണ്ടിലേക്ക് വന്നുപോയി, അത് തിരിച്ചയച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇവളോട് പറഞ്ഞപ്പോഴത്തേക്കും നീ എന്തിനാ അത് അയക്കാതെ പോയെന്ന് ചോദിക്കുമ്പോഴായിരുന്നു ഇവന് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ടായിരുന്നത്. അയ്യോ ഞാൻ വെറുതെ അവളെ തെറ്റിദ്ധരിച്ചില്ലെന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് അവൻ നല്ല സങ്കടവും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ഇവർ രണ്ടുപേരും പുറത്തു പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് അവർ സെറ്റാകുന്നുണ്ട്. അതിനുശേഷം അവർ ഡേറ്റിംഗ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നുണ്ടായിരുന്നു. ഹീറോ ആണെങ്കിൽ ഹീറോയിനുമായിട്ടുള്ള ലവ് സ്റ്റോറി ഇനി അങ്ങോട്ട് എന്താകുമെന്ന് അറിയാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ നേരെ അവളുടെ അടുത്ത് പോയിട്ട് നമ്മുടെ കാര്യം കൂടെ ഒന്ന് നോക്കിയിട്ട് നീ അതേപ്പറ്റി പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അവളത് നോക്കുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് വരാനായിട്ടിരിക്കുന്ന പെൺകുട്ടി ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരിയാണ്, അതുകൊണ്ട് തന്നെ നീ ഒരുപാട് ഭാഗ്യം ചെയ്തവനാണെന്ന് പറയുമ്പോൾ ഹീറോ ഉടനെ എഴുന്നേറ്റ് വന്ന് അവളെ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല അന്നേ ദിവസം അവർ ഒരുമിച്ച് സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഹീറോയിനും അവളുടെ ആ സുഷി ഷോപ്പിൽ ഇപ്പോൾ ഒരുമിച്ചാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അവൾക്ക് എല്ലാ രീതിയിലുള്ള ഹെൽപ്പുമായിട്ട് അവൻ അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരാൻ നിൽക്കുന്ന സമയം ഇന്നേ ദിവസം നമ്മുടെ ഹീറോയിൻ്റെ ആ എക്സ് ലവറിൻ്റെയും ഈ ഫ്രണ്ട് പെൺകുട്ടിയുടെയും കല്യാണമായിരുന്നു. അവനാണെങ്കിൽ കല്യാണം മുടങ്ങിയിട്ടാണോ എന്താണെന്നറിയത്തില്ല നേരെ ഇവിടേക്ക് വരുന്നുണ്ട്. അവള് അല്ല നീ എന്തിനാ ഇവിടെ വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനായിട്ടുണ്ട്. ഈ കഴിഞ്ഞ 7 കൊല്ലവും ഞാൻ ചെയ്ത തെറ്റ് മനസ്സിലിട്ട് ഞാൻ വല്ലാതെ വേദനിച്ചാണ് ജീവിച്ചത്. നീ ഒരുപാട് അത് കാരണം സങ്കടപ്പെട്ടു എന്ന് എനിക്കറിയാം. അതുകൊണ്ടായിരിക്കാം എൻ്റെ ലൈഫിൽ എനിക്ക് ഇതുവരെ മനസ്സ് തുറന്നൊന്ന് സന്തോഷിക്കാനായിട്ട് കഴിയാതിരുന്നത്. ഇപ്പോഴെങ്കിലും ഞാൻ ചെയ്ത തെറ്റിന് നിന്നോട് എനിക്കൊരു സോറി ചോദിക്കണം, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറയുമ്പോൾ തൊട്ടു പുറകിൽ തന്നെ ഇവൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പെങ്കൊച്ചും വരുന്നുണ്ടായിരുന്നു. അവന് പറയാനുള്ളത് തന്നെയാണ് എനിക്കും പറയാനായിട്ടുള്ളത്. അന്നെന്തോ നിന്നോട് എനിക്ക് തീരാത്ത ദേഷ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ എനിക്ക് ഇവനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്നുള്ളൊരു മോഹം വന്നത്. പക്ഷേ അതെനിക്ക് സമ്മാനിച്ചത് നല്ലൊരു ജീവിതമായിരുന്നില്ല. നിന്നെ കാണുമ്പോഴൊക്കെയും നിന്നോടുള്ള ദേഷ്യവും ഈഗോയിൽ ഇങ്ങനെ കൂടി വരുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തമ്മിൽ ഒന്നിച്ചതിന് ശേഷം നല്ലതൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും നിന്നെ കാണുമ്പോൾ ഞാനിങ്ങനെ ഇവനോട് ക്ലോസ് ആയിട്ട് പെരുമാറിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവനെ എല്ലാത്തിനും നിർബന്ധിക്കുമായിരുന്നു. ഒരു താല്പര്യമില്ലാതെ ഞാൻ അവനെ നിർബന്ധിച്ച് എൻ്റെ അടുക്കലേക്ക് അടുപ്പിച്ചതായിരുന്നു. ഇപ്പോൾ അതൊക്കെ എനിക്ക് പറ്റിയ തെറ്റാണെന്നും ഒന്നും തന്നെ വാശിപ്പുറത്ത് നേടാനായിട്ട് സാധിക്കത്തില്ലെന്നും എനിക്ക് മനസ്സിലായി. ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് ചെയ്ത ഈ ഒരു വലിയൊരു തെറ്റിന് സോറി ചോദിച്ചില്ലെങ്കിൽ ഞാൻ മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അവൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ ഹീറോയിന് ആകെ സങ്കടം വരുന്നുണ്ട്. എനിക്കതിൽ യാതൊരു പ്രശ്നവുമില്ല, നിങ്ങൾ കല്യാണം കഴിച്ച് നന്നായിട്ട് പോയി ജീവിക്കുന്നതും കൂടെ പറയുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്ക് അവന് നിന്ന് കരയുന്ന കാണുമ്പോൾ സങ്കടം തോന്നിയിട്ട് അവളെ ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിനും അവളുടെ ആ ഫ്രണ്ടിനെ ഹഗ് ചെയ്യുന്നുണ്ട്.
അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഹീറോയും ഹീറോയിനും. അന്നേരം അവൻ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, അന്ന് അവൻ നിന്നെ വേണ്ടാന്ന് വെച്ചതുകൊണ്ടല്ലേ എനിക്ക് നിന്നെപ്പോലൊരു പെൺകുട്ടിയെ കിട്ടിയത്. ആ സമയത്ത് തന്നെ അവളും മനസ്സിൽ ഓർക്കുന്നുണ്ട്, 7 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ആരാന്ന് പോലും അറിയാതെ ബസ്സിലിരുന്ന് കരഞ്ഞ സമയം നീ എന്നെ ആശ്വസിപ്പിച്ച് ആ തൊപ്പിയും ആ കണ്ണാടിയും എനിക്ക് സമ്മാനിച്ചു. ആ നിന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂടെ കൂട്ടിയ ഈ ജന്മം മുഴുവനും നീ എന്നെ കരയിപ്പിക്കാതെ സന്തോഷവതിയാക്കി വെക്കുമെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഒന്നിക്കുന്നതുകൂടെ ഒരു ഹാപ്പി എൻഡിങ്ങിൽ ഈ ഡ്രാമ അവസാനിക്കുകയാണ്. ഇതൊരു കുഞ്ഞു മിനി ഡ്രാമയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ അത് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി ഡ്രാമയായിട്ട് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ.